ചരിത്രം, ഒരു മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇടപെടൽ, ഒരു മനുഷ്യനെ ദൈവം തൊടുന്ന, ദൈവം ഒരുക്കിയെടുക്കുന്ന ഒരു ചരിത്രമാണ് ഇന്ന് തുടങ്ങുന്നത്. ഏകദേശം BC 539 കാലഘട്ടങ്ങളിലെ ചരിത്രമാണ് നെഹമ്യാവിന്റെ പുസ്തകത്തിന്റെ ചരിത്രം. BC 539 കാലഘട്ടങ്ങളിലെ ചരിത്രം. നമുക്കറിയാം നെഹമ്യാവ് ആരായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. വിശുദ്ധത്തിനകത്ത് മോശയെ നമ്മൾ നല്ല ലീഡർഷിപ്പിനെ കുറിച്ച് പഠിക്കാറുണ്ട്. അതിനോട് തത്തുല്യമായി നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു ദൈവ മനുഷ്യൻ കൂടിയാണ് നെഹമ്യാവ് എന്ന് പറയുന്നത്. എങ്ങനെ ഒരു കോർഡിനേറ്റിംഗ് ചെയ്യാം, ചിതറിക്കിടക്കുന്നതിനെ പണിയാൻ എങ്ങനെ ഒരു മനുഷ്യന് കോർഡിനേറ്റ് ചെയ്ത് അവരെ ഒരുക്കിയെടുത്ത് പണിയാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നെഹമ്യാവ് എന്ന് പറയുന്നത്. എന്നാൽ നെഹമ്യാവിന്റെ പുസ്തകം നമ്മൾ വായിച്ചു വരുമ്പോൾ ഈ ഞാൻ പറഞ്ഞ ആ BCയിലെ കാലഘട്ടത്തിൽ യെരുശലേം ദൈവാലയം മറ്റേത് ആലയത്തേക്കാൾ മനോഹരവും ശക്തമായ ഒന്നായിരുന്നു. നമുക്കറിയാം ഇസ്രയേൽ എന്നും യഹൂദ എന്നും രണ്ടായി തരം തിരിക്കുന്നത് 3 രാജാക്കന്മാരുടെ കാലഘട്ടം കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ 3 രാജാക്കന്മാരാണ് ഇസ്രയേലിനെ ഒരു രാജ്യമായി ഭരിക്കാനിടയായത്. 1 ശൗല്, 2 ദാവീദ്, 3 സ്തോത്രം ശലോമോൻ, അല്ലെങ്കിൽ ശലോമോന് ശേഷം രാജ്യം വിഭാഗിക്കപ്പെട്ടു. യഹൂദയും യെരുശലേമും രണ്ടായി. അപ്പൊ യഹൂദയും ഇസ്രയേലയും പിന്നെ രാജ്യഭരണം നടത്തിയത് ഒരുമിച്ചല്ലായിരുന്നു, 2 രാജ്യമായിട്ട്, 2 ഭാഗമായിട്ടാണ്. ശലോമോന്റെ മകനായ രെഹബിയാമിന്റെ ശേഷവും യൊരോബിയാമും ഒരേ പേരിന് അർത്ഥമുള്ള 2 പേരാണ് രാജ്യത്തെ ഡിവൈഡ് ചെയ്ത് 2 ഭരണകർത്താക്കളായത്. എന്നാൽ ശലോമോൻ യെരുശലേം ദൈവാലയം പണിയുമ്പോൾ നമുക്കറിയാം പൊന്നും വെള്ളിയും വിലപിടിപ്പുള്ള വസ്തുക്കളെ കൊണ്ടുമെല്ലാം യെരുശലേം ദൈവാലയം ആ മനുഷ്യൻ പണിതു. അത് ഒരപ്പന്റെ ആഗ്രഹമാണ്. ഒരിക്കൽ ദാവീദിന്റെ അകത്തുണ്ടായ ഒരു കൊച്ചാഗ്രഹമാണ്, വനാന്തരത്തിൽ കടന്ന എന്നെ ദൈവം ഈ കൊട്ടാര സമുച്ചയത്തിനകത്ത് കൊണ്ടുവന്നു. ഞാൻ പാർക്കുന്ന ഈ പാർപ്പിടം ദേവദാരും ചന്ദനമരം കൊണ്ടുള്ള ഇത്രയും മണിസൗധത്തിനകത്ത് ഞാൻ താമസിക്കുമ്പോൾ എന്നെ കൊണ്ടുവന്ന ദൈവത്തിന്റെ പെട്ടകം തിരശീലകൾക്കപ്പുറം കിടക്കുന്നു. അതുകൊണ്ട് ആ തിരശീലക്കപ്പുറം കിടക്കുന്ന ദൈവത്തിന്റെ പെട്ടകം വെക്കാൻ ഒരു ആലയം പണിയണം എന്നുള്ളൊരു ആഗ്രഹം തന്റെ അകത്തുണ്ടായി. ആ ആഗ്രഹം ഉണ്ടായതിനനുസരിച്ച് ദാവീദിനോട് ദൈവം പറയാണ്, ദാവീദേ, നിന്റെ കരം രക്തം പുരണ്ട കരമാണ്, ആ കരം കൊണ്ട് ഞാൻ ആലയം പണിയിപ്പിക്കത്തില്ല, പക്ഷേ നിന്റെ തലമുറയെ കൊണ്ട് ഞാൻ ആലയത്തിന് അടിസ്ഥാനമിടും. അങ്ങനെ ദൈവം ജ്ഞാനം കൊടുത്ത, അവൻ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശില്പയായ ഒരു മനുഷ്യനാണ് ശലോമോൻ എന്ന് പറയുന്നത്. ആ മനുഷ്യൻ വളരെ മനോഹരമായിട്ട് ഇന്ന് വരെ ആരും പണിയാത്തതുപോലെ, ഇന്ന് വരെ ആർക്കും പണിയാൻ കഴിയാത്തതുപോലെ മനോഹരമായിട്ട് യെരുശലേം ദൈവാലയമൊക്കെ പണിതു. ആമേൻ. എന്നാൽ കൂടെ യെരുശലേം ദൈവാലയം ആക്രമിച്ച് കീഴടക്കുന്ന ഒരു പതിവ് അയൽ രാജ്യങ്ങൾ കൊണ്ട്, കുറച്ചുകൂടി ആഴമായി പറഞ്ഞാൽ ബാബിലോണിയ ഭരിച്ച രാജാക്കന്മാര് തക്കം കിട്ടുമ്പോഴൊക്കെ യെരുശലേം അവർ ആക്രമിക്കുകയും അവർ ലക്ഷ്യം വെക്കുന്ന യെരുശലേം ദൈവാലയം അവർ കുപ്പക്കുന്നാക്കുകയും ചെയ്തു. എന്നാൽ AD 70 യെരുശലേം ദൈവാലയം എന്നേക്കുമായി തകർക്കപ്പെടുന്നതെങ്കിലും ബാബിലോണിയ രാജാക്കന്മാർ കൂടെ യെരുശലേം ദൈവാലയത്തെ ആക്രമിച്ചു കൊണ്ടിരുന്നു. ഒരു കാര്യം അവൻ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കാം. ഒരിക്കല് ബെൽഷസ്സർ എന്ന് പറയുന്ന രാജാവിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. നെബൂഖദ്നേസർ രാജാവിന് ശേഷം ഒരു രാജാവ് അവൻ രാജ്യം ഭരിച്ചു ബാബിലോണില്. ആ ബെൽഷസ്സർ രാജാവ് യെരുശലേം ദൈവാലയം കൊള്ളയടിച്ച് യെരുശലേം ദൈവാലയത്തിനകത്തിരിക്കുന്ന സ്വർണ്ണ പാത്രങ്ങൾ എടുത്തുകൊണ്ട് വന്ന് 1000 മഹത്തുക്കൾക്ക് വിരുന്ന് കഴിച്ചു. VIP
കഴിച്ചിട്ട് ആലയത്തിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന പാത്രത്തെ മദ്യം നിറച്ച് വെപ്പാട്ടികൾക്ക് കൊടുത്ത് കൊട്ടാരത്തിനകത്ത് അവർ ഡാൻസും കൂത്തുമൊക്കെയായി. ഇത് നടക്കുമ്പോഴാണ് കൈപ്പത്തി പോലെ അല്ലെങ്കിൽ ഒരു കൈ വന്ന് ചുവരിൽ ഒരു എഴുത്തെഴുതി, അവൻ ദൈവം നിന്റെ രാജ്യത്വം തൂക്കി നോക്കി കുറവുള്ളവനെന്ന് കണ്ടിരിക്കുന്നു, ദൈവം നിന്റെ രാജ്യത്വം കീറിക്കളഞ്ഞിരിക്കുന്നു. ആമേൻ. എന്നാൽ ഇതിനുശേഷം യെരുശലേം ദൈവാലയം അവർ ഇടിച്ചു തകർത്തു. ആമേൻ. യെരുശലേമിന്റെ ചുറ്റും, ആലയത്തിന് ചുറ്റും ഒരു വലിയ മതിലുണ്ട്, വളരെ വിശാലമായ മതിലാണ്. ആ മതിലുകൾക്ക് ചുറ്റും ഇതുപോലെ ഓരോ കതകുകൾ, വാതിലുകൾ അവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ വാതിലിന് നെഹമ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഓരോ പേരുകളുണ്ട്. മീൻവാതിലെന്നുണ്ട്, കുതിരവാതിലെന്നുണ്ട്, നീർവാതിലെന്നുണ്ട്, അങ്ങനെ ഒരുപാട് പേരുകളിനാൽ അറിയപ്പെടുന്ന വാതിലുകൾ നെഹമ്യാവ് പണിയാനിടയായി തീർന്നു. എന്നാൽ അതൊന്നുമല്ല ചരിത്രം. അവൻ BC 530 യെസ്രായും സെരുബാബേലിനെയും അവൻ ഒരു രാജാവ് മടക്കി യെരുശലേമിലേക്ക് വിട്ടു. ആരാണ് ആ രാജാവ് എന്നറിയണ്ടേ? സൈറസ് എന്ന് പറയുന്ന, കോരസ് എന്ന് പറയുന്ന ഒരു രാജാവിന്റെ ഹൃദയത്തെ ദൈവം ഉണർത്തിച്ചു. ജാതീയ രാജാവായ, പാർസിയുടെ രാജാവായ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവം ഇടപെട്ടു. എന്താണ് ഇടപെട്ടത്? ഇടിഞ്ഞു കിടക്കുന്ന ആലയം പണിയാൻ ചിലരെ ഈ രാജ്യത്തെന്ന് ദൈവം അഴക്കം പറഞ്ഞു. ആമേൻ. ഞാനൊരു ദൂത് നിങ്ങളോട് പറയണോ, ദൈവത്തിന്റെ പണി യഥാസമയം ചെയ്യാൻ ദൈവം ശക്തനാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആരൊക്കെ ദൈവത്തിന്റെ പണിയിൽ നിന്ന് മാറാൻ നോക്കിയാലും, ആരൊക്കെ ദൈവത്തിന്റെ പണിയിൽ നിന്ന് വിട്ടുപോകാൻ നോക്കിയാലും, ദൈവം ശക്തനായതുകൊണ്ട്, അവൻ അത്ഭുതവാനായതുകൊണ്ട് ദൈവത്തിന്റെ പണി ദൈവത്തിന്റെ സമയത്ത് ചെയ്യാൻ എന്റെ തമ്പുരാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയാം ദൈവദാസന്മാരെ, ദൈവത്തിന്റെ പണി ദൈവത്തിന് ചെയ്തെടുക്കാൻ കൃത്യസമയം ദൈവത്തിനറിയാം. 1000 കരങ്ങൾ പിന്നിലേക്ക് വലിക്കപ്പെട്ടാലോ സമയമാകുമ്പോൾ അതിനെ പണിതെടുത്ത് ഉയർത്തുന്ന ഒരു ദൈവകരം ഇന്ന് പകൽ ഇതിന്റെ നടുവിൽ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ ദൈവസഭയെ നോക്കി ദൂത് പറയുന്നു. ആമേൻ. എന്നാൽ അവൻ യെസ്രായും സെരുബാബേലും ആമേൻ അവിടെ നിന്ന് വന്ന് യെരുശലേമിൽ വന്ന് ആലയമൊക്കെ പണിതു. ശ്രദ്ധിക്കണേ, ആലയം പണിതു. പക്ഷെ ഒരു കാര്യം സംഭവിച്ചു. ആലയം പണിതെങ്കിലും ആലയത്തിന് ചുറ്റുമുള്ള മതിൽ ആമേൻ അവർ പണിതില്ല. ആ മതിൽ ഇടിഞ്ഞു കിടന്നിരുന്നു, ആ മതിൽ പൊളിഞ്ഞു കിടന്നിരുന്നു, മതിൽ ആമേൻ കുപ്പക്കുന്നായി കിടന്നിരുന്നു. യെരുശലേമിന് ചുറ്റുമുള്ള മതിലെല്ലാം ശത്രു സൈന്യം ഇടിച്ചു തകർത്തിരുന്നു. ഒരു ഹല്ലേലൂയ എന്ന് പറയാമോ? അവൻ ഒരു ദൂതൻ പറയാ, അകത്ത് ആരാധനയുണ്ട്, അകത്ത് കയ്യടിയുണ്ട്, അകത്ത് യാഗം നടക്കുന്നുണ്ട്, അകത്ത് ഹോമയാഗവും സൗരഭ്യയാഗവും നടക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ആലയത്തിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുകയാണ്. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ദൂത പറയാ, നിന്റെ കുടുംബത്തിനകത്ത് പാട്ടുണ്ട്, നിന്റെ കുടുംബത്തിനകത്ത് കയ്യടിയുണ്ട്, ആരാധനയുണ്ട്. പക്ഷെ ഒരു കാര്യം ദൈവം കാണുന്നു, നിന്റെ വീടിന്റെ മതില് ഇടിഞ്ഞു കിടക്കുകയാണ്, ഐക്യതയുടെ മതിൽ ഇടിഞ്ഞു കിടക്കുകയാണ്, പ്രാർത്ഥനയുടെ മതിൽ ഇടിഞ്ഞു കിടക്കുകയാണ്, ആത്മാവിന്റെ സാന്നിധ്യത്തിന് മതിൽ ഇടിഞ്ഞു കിടക്കുകയാണ്. ശത്രു കയറി വരാൻ ഇടയാകുന്നത് ആലയത്തിനകത്തെ ആരാധന മാത്രം പോരാ, മതിലുകൾ ഇന്ന് പകൽ കെട്ടപ്പെടട്ടെ. ആമേൻ. നിങ്ങൾ എന്നോടൊപ്പം വേഗത്തിൽ വരണം കേട്ടോ. ആലയം പണിത് കേട്ടോ, യാഗം നടക്കുന്നുണ്ട് കേട്ടോ, കാര്യങ്ങൾ തകർച്ചു നടക്കുന്നുണ്ട്. പക്ഷേ തമ്പുരാൻ ഒരു കാര്യം കണ്ടു, ആലയത്തിനകത്ത് ആരാധന നടക്കുമ്പോഴും മതിൽ സഹോദരങ്ങളെ ഒരു ദൂത് വളരെ ശ്രദ്ധിക്ക്. കയ്യടി ഉണ്ടാകാം കേട്ടോ, പ്രാർത്ഥനയുണ്ടാകാം, കുടുംബ പ്രാർത്ഥനയുണ്ടാകാം. പക്ഷെ ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വിശ്വാസത്തിന്റെയും ഐക്യതയുടെയും സ്നേഹത്തിന്റെയും പ്രാർത്ഥനയുടെയും വിശുദ്ധിയുടെയും മതിൽ ഇടിഞ്ഞു കിടക്കുന്നിടത്തോളം ഏത് ശത്രുവിനും നിങ്ങളുടെ അകത്ത് കയറാൻ കഴിയും. അതുകൊണ്ട് ദൈവസഭയെ നോക്കി, കുടുംബങ്ങളെ നോക്കി ആത്മാവ് പറയുന്നു, നീ എത്ര വലിയവനാണേലും, നീ എത്ര യോഗ്യനാണേലും ശത്രു കയറാതിരിപ്പാൻ നിന്റെ മതിലുകളെ ഇന്ന് പകൽ പണിയാൻ തയ്യാറാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആമേൻ. നിങ്ങൾക്കറിയാമോ? ആമേൻ, സ്തോത്രം. വലിയ ദൈവദാസന്മാരെന്ന് അഭിമാനിക്കുന്നവരുടെ കുടുംബങ്ങൾ തകർന്നു കിടക്കുകയാണ്. വലിയ ഭക്തനെന്ന് നടിക്കുന്ന പലരുടെയും തലമുറകൾ MDMA-ക്കും കഞ്ചാവിനും വെറിക്കൂത്തിനും അടിമയാണ്. എന്തിന്? പ്രാർത്ഥനയുടെ ആമേൻ പുറം ചട്ടയിട്ട പലതിന്റെ തലമുറയും ജയിലകത്ത് അടക്കപ്പെട്ടിരിക്കുക. എന്താ സംഭവിച്ചത്? അവിടെ പ്രാർത്ഥന കുറവായതുകൊണ്ടല്ല, ഇടിഞ്ഞു കിടന്ന് മതിൽ പണിയാൻ അവർ തയ്യാറായില്ല. പക്ഷെ ഇന്ന് സൈന്യങ്ങളുടെ യഹോവ പറയുന്നു, ചില മതിലുകൾ പണിയുന്ന ദിവസമായി മാറട്ടെ, ചില മതിലുകൾ പണിയപ്പെടുന്ന ദിവസമാകട്ടെ. എത്ര പേര് ഇന്ന് പകൽ ആരാധിച്ചിട്ട് പറയൂ, എന്റെ കുടുംബത്തിനകത്ത് ഒരു ശത്രുവൻ കയറാതിരിപ്പാൻ, എന്റെ കൂടാരത്തിനകത്ത് ഒരു ശത്രുവൻ കയറാതിരിപ്പാൻ, എന്റെ മതിൽ പണിയാൻ ഞാൻ തയ്യാറാണ്. ഹല്ലേലൂയ. റെഡിയായിക്കോ, റെഡിയായിക്കോ. ആമേ, ഇന്ന് പകൽ റെഡി ആയിക്കോ. ആമേ, ഞാൻ അങ്ങ് കയറി വരികയാ. എനിക്കറിയാം ഈ മെസ്സേജ് തീരുന്നതിന് മുൻപ് ഇതിനകത്തൊരു തീ കത്തും. ഈ മെസ്സേജ് കഴിയുന്നതിന് മുമ്പ് ഇതിനകത്തൊരു അഭിഷേകത്തിന് പകർച്ചയുണ്ടാകുക. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവയെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ആമേ, മതിൽ പൊളിക്കുന്നവരെ പാമ്പ് കടിക്കുമെന്നുള്ള ദൈവവചനം വളരെ ശക്തമായി പറയുന്നു. മതിൽ പൊളിക്കുന്ന മേടകൾ പണിയപ്പെടാൻ ഇന്ന് പകൽ തയ്യാറാകട്ടെ. പിതാവേ, നീ കണ്ടുപിടിക്കണം പൊളിഞ്ഞ സ്ഥലം. മാതാവേ, ആ പൊളിഞ്ഞു കിടക്കുന്ന ഇടം നീ കണ്ടുപിടിക്കണം. ഒരു ഹല്ലേലൂയ പറ. ആമേൻ. 2 ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂരുള്ള ഒരു വീട്ടിനകത്ത് ആമേൻ, അലമാരക്കകത്ത്, ആ വീട്ടിലെ സഹോദരിയുടെ അലമാരക്കകത്ത് സാരി എടുക്കാൻ വേണ്ടി ആമേൻ അലമാര തുറന്നപ്പോൾ ഒരണലിപ്പാമ്പ് ആമേൻ താൻ ഊരി വെച്ചിരിക്കുന്ന സ്വർണത്തിന്റെയും പട്ടുസാരിയുടെയും അകത്ത് ചുറ്റിപ്പണഞ്ഞിരിക്കുന്നു. കണ്ട് ഭയപ്പെട്ടു. ആമേൻ അലറി വിളിച്ചു. പാമ്പ് പിടിക്കുന്നവർ വന്ന് അലമാര തുറന്ന്, ഗോദറേജിന്റെ അലമാര തുറന്ന് ആ പാമ്പിനെ വളരെ വിദഗ്ധമായി വെളിയിലെടുത്തു. പാമ്പ് പിടുത്തക്കാരൻ വന്നിട്ട് ചോദിച്ചു, ഇതെവിടെന്ന് കയറി, ഇതെങ്ങനെയാ വന്നത്? നോക്കിയപ്പോൾ എന്നെ പറ്റിയെന്നറിയാമോ? അവിടെ ബെഡ്റൂമിന്റെ താഴെ ഒരു വശത്ത് ഒരു വലിയ ഹോളുണ്ട്. നിങ്ങൾ കണ്ടു കാണും. പണ്ടുള്ള വീടുകളൊക്കെ, ഇന്നത്തെ വീടല്ല, പണ്ട് ടൈലൊന്നും ഇടാതിരുന്ന ആമൻ റെഡ് ബോക്സ് ഇടയ്ക്ക് വെക്കുന്ന വീടുകൾക്ക് വീട് കഴുകുമ്പോൾ വെള്ളം പോകാൻ ഒരു ഓവ് വെക്കാറുണ്ട്. ആമേൻ. അതങ്ങ് വലുതായി. ആമേൻ. ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു കുറച്ച് വലുതായെങ്കിൽ കുഴപ്പമില്ല, വെള്ളം നന്നായിട്ട് പോകുമല്ലോ. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അത് കുറച്ചുകൂടി വലുതായി. വീട്ടുകാരൻ പറഞ്ഞു, വെള്ളം ഒറ്റ ഒഴിക്കൽ ഒഴിച്ചാൽ മതി, എല്ലാം പൊക്കോളും. കുറച്ചുകൂടി ആ ദൂരം വലുതായി. ആരംഭം കണ്ടു, രണ്ടാമത് കണ്ടു, അതടക്കം തയ്യാറായില്ല. മൂന്നാമതും കണ്ടു, അതടക്കം തയ്യാറായില്ല. ദേ കുറെ കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, എത്ര വലിയ അണലിയും എത്ര വലിയ വിഷപ്പാമ്പും പുറത്തുനിന്ന് അകത്ത് കയറി കുടിയിരിക്കാൻ അവൻ കേറാൻ ഒരു വഴിയായി മാറി. മനസ്സിലായില്ലല്ലേ? ചെറിയ ആമൻ വഴികൾ അടക്കാൻ നിങ്ങൾ തയ്യാറായാൽ വലിയ അനർത്ഥങ്ങൾ ഉണ്ടാവത്തില്ല. ദൂത മനസ്സിലായെങ്കിൽ ആമൻ പറ. ചെറിയ ദൂരങ്ങൾ എവിടെന്നാ കയറി വരുന്നത്? അവൻ ഏത് വഴിയാ കയറി വരുന്നത്? ഏത് ഭാഗത്തുനിന്നാ കയറി വരുന്നത്? ആ പിളർപ്പുകൾ ഇന്ന് പകൽ അടക്കാൻ തയ്യാറാകുക. ഹല്ലേലൂയ. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറ. ഞാൻ വളരെ പരിശുദ്ധാത്മ നിറവിൽ പ്രവചിച്ചുകൊണ്ട് പറയുന്നു, ആമേ, ഇന്ന് പകൽ തന്റെ ഇടത്തോടെ പറയണം, എടാ അന്ധകാര വ്യാപാരമേ, എടാ പൈശാചിക മണ്ഡലമേ, എന്റെ കുടുംബത്തിനകത്തോ എന്റെ കൂടാരത്തിനകത്തോ ഞാൻ അറിയാതെ ഒരു ദ്വാരമുണ്ടായി, ഒരു പിളർപ്പുണ്ടായി, ഒരു ശത്രുവൻ കയറി വരാൻ ദൈവം അനുവദിക്കരുത്. ഇനി ഭാഗം ശ്രദ്ധിക്ക്. അകത്താരാധന, അകത്ത് അഭിഷേകം, അകത്ത് യാഗം. പക്ഷേ മതിൽ പൊളിഞ്ഞു കിടക്കുന്നു. യെസ്രായും സെരുബാബേലും പണിയൊക്കെ നന്നായി പണിതു. കേൾക്കണോ നിങ്ങൾക്ക്? 13 വർഷങ്ങൾ കഴിഞ്ഞു ആലയം പണി. യെസ്രായും സെരുബാബേലും പണിതിട്ട് 13 വർഷമായപ്പോ ദൈവം ഒരുവനെ എഴുന്നേൽപ്പിച്ചു. ഇടിഞ്ഞതിനെ പണിയാൻ. അവന്റെ പേര് നെഹമ്യാവ്. സ്തോത്രം. ഏതിടിഞ്ഞതിനെയും പണിയാൻ
ദൈവം ഇന്ന് പകൽ ഒരുവനെ അന്വേഷിക്കുന്നുണ്ട്. തകർന്നതിനെ പണിയാൻ ദൈവം ഒരുവനെ അന്വേഷിക്കുന്നുണ്ട്. അവ തകർന്നു കിടക്കുന്നതിനെ, പൊളിഞ്ഞു കിടക്കുന്ന ചിലതിനെ, ഇല്ല നാവാവിഷമായി കിടക്കുന്ന ചിലതിനെ പണിതെടുക്കാൻ ഈ ഫോർട്ട് വെച്ച് ഡെലിവറൻസ് ചർച്ചിനകത്ത് ദൈവം ചിലര് ഇന്ന് പകൽ കാണുന്നുണ്ട്. ദൈവം ഒരുവനെ അന്വേഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പകൽ ദൂത് പറയും മക്കളെ, അവൻ എനിക്കറിയാം ഇന്ന് വളരെ പ്രാർത്ഥിച്ച ഞാനിവിടെ നിൽക്കുന്നത്. ഈ മെസ്സേജിനിടയ്ക്ക് ഒരു കൈവച്ച് പ്രാർത്ഥിക്കാൻ എനിക്കൊരു നിയോഗം കിട്ടിയാൽ ഞാൻ ഇറങ്ങി കൈവെക്കും. നിന്റെ ശുശ്രൂഷ ഇന്ന് പകൽ ചരിത്രമാകും. ആത്മനിയോഗത്തോടെ പറയുക, ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ആത്മ പറയുന്നു, ഇടിഞ്ഞതിനെ പണിയാൻ, തകർന്നു കിടക്കുന്നതിനെ പണിതെടുക്കാൻ, പൊളിഞ്ഞതിനെ പണിതെടുക്കാൻ, തകർന്നു പോയതിനെ പണിതുയർത്താൻ ഈ പകൽ ദൈവം ഒരു മനുഷ്യനെ അന്വേഷിക്കുന്നു. ഒരറ്റം മുതൽ മറ്റേയറ്റം വരെ ദൈവ സാന്നിധ്യം ഈ ആലയത്തിനകത്ത് വ്യാപരിക്കുന്നു. ദൈവമഹത്വം ഇന്ന് പകൽ വ്യാപരിക്കുന്നു. എത്ര പേർ ദൈവത്തോട് പ്രതികരിച്ചിട്ട് പറയും, തമ്പുരാനെ ഞാൻ ഇന്ന് പകൽ ആ ദൈവ കൃപയോട്, ആ ദൈവ സാന്നിധ്യത്തോട്, ആ ദൈവ മഹത്വത്തോട് ഹല്ലേലൂയ. ആമേൻ. ദൈവം ഒരുവനെ അന്വേഷിക്കുന്നു. ആമേൻ. ദൈവം ദൈവം ഒരുവനെ അന്വേഷിക്കുന്നു. എന്ത് ചെയ്യാൻ? പണിതെടുക്കാൻ, പൊളിഞ്ഞതിനെ പണിയാൻ, തകർന്നതിനെ പണിയാൻ, അവ ഇടിഞ്ഞു കിടക്കുന്നതിനെ അവ രണ്ടാമതൊന്ന് പണിതെടുക്കാൻ ഇതിനകത്ത് ദൈവം ചിലരെ അന്വേഷിക്കുകയാണ്. ദൈവത്തിന് വേണ്ടത് ഒരു മനുഷ്യനെയാണ്. ദൈവത്തിന് വേണ്ടത് ഒരു മനുഷ്യനെയാ. ആമേൻ. കൂട്ടത്തിൽ ഇത്രയും പേരുണ്ട്. ദൈവത്തിന് ഇത്രയും പേര് വേണോ വേണ്ടോ എനിക്കറിയത്തില്ല. ആമേൻ. ഈ വലിയ കൂട്ടത്തിനകത്ത് ആ ഒരാൾ നീയാകട്ടെ. ആമേൻ. 1000 പേരുടെ നടുവിൽ നീ ഒരാളാകട്ടെ. 10,000ങ്ങളുടെ നടുവിൽ നീ ഒരാളാകട്ടെ. ലക്ഷങ്ങളുടെ നടുവിൽ നീ ഒരാളാകട്ടെ. പണിതെടുക്കാൻ, ചിലതിനെ പൊക്കി പണിയാൻ, ഇടിഞ്ഞതിനെ പണിതെടുക്കാൻ, തകർന്നതിനെ പണിതെടുക്കാൻ ദൈവം ഇന്ന് മകൾ നിന്നെ ഉപയോഗിക്കട്ടെ. കർത്താവിന് നല്ലൊരു ഹല്ലേലൂയ പറ. ദൈവം ഇന്ന് പകൽ ഒരാളെ അന്വേഷിക്കുന്നു. അടുത്തിരിക്കുന്ന 2 പേരോട് ഏലം വെട്ടം വലം കൈ കൊടുത്തു പറ, ആ ഒരാൾ ഞാനാണ്. ദൈവം അന്വേഷിക്കുന്ന ആ ഒരാൾ ഞാനാണ്. എനിക്കറിയാം. വിളിച്ചു പറ, ആ ഒരാൾ ജോബിനെ നീയാണ്. ആ ആശിനെ നീയാണ്. ശനി ആ ഒരാൾ നീയാണ്. മനുഷ്യ ആ ഒരാൾ നീയാണ്. കുഞ്ഞെ ആ ഒരാൾ നീയാണ്. സഹോദരൻ ആ ഒരാൾ നീയാണ്. ദൈവത്തോട് പ്രതികരിച്ചിട്ട് പറ, യെസ്, ആ ഒരാൾ ഞാനാണ്. ആ ഒരാൾ ഞാനാണ്. ചിലതിനെ പണിയാൻ, ചിലതിനെ ഒരുക്കാൻ, ഇടിഞ്ഞു പോയതിനെ പണിതെടുക്കാൻ ഈ കാലഘട്ടത്തിൽ ഒരു ഉണർവിന് വേണ്ടി, ഒരു അഭിഷേകത്തിന് വേണ്ടി, ഒരു നിറവിന് വേണ്ടി
ആ ഒരു മണിനകത്ത് എഴുന്നേൽക്കട്ടെ, ആ ഒരു മണിനകത്ത് എഴുന്നേൽക്കട്ടെ. പണിയേണ്ടതിന്, പൊളിഞ്ഞതിന് പണിയേണ്ടതിന്, തകർന്നതിന് പണിയേണ്ടതിന് ആ ഒരുവൻ ഇന്ന് മകൾ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. മതിലുകൾ തകർന്നു കിടക്കുമ്പോ, മതിലുകൾ ഇടിഞ്ഞു കിടക്കുമ്പോ ദൈവം ഒരുവനെ അന്വേഷിക്കുന്നു. ആരുണ്ടത് പണിയാൻ? ആ പൊളിഞ്ഞതിനെ പണിയാൻ ദൈവം ഒരുവനെ അന്വേഷിച്ചു, ഒരുവനെ അന്വേഷിച്ചു. പക്ഷെ ഞാനൊരു കാര്യം ഒന്ന് കേറ്റി പറഞ്ഞോട്ടെ, ക്ഷമിക്കണേ. യെരൂശലേം ദൈവാലയത്തിനകത്ത് നടുക്കട്ടും കെട്ടി, പുരോഹിതന്റെ കുപ്പായവും ഇട്ട്, തലയെ തൊപ്പിയും വെച്ച്, യഹൂദന്റെ 12 ഗോത്രങ്ങളുടെ അടയാളമായ 12 കല്ലുകൾ തോളിൽ പേറി ആലയത്തിൽ നിൽക്കുന്ന ഒറ്റ പുരോഹിതന്റെ മേൽ അവന്റെ കണ്ണ് വീണില്ല. എന്ന് വെച്ച കേട്ടോ, പാരമ്പര്യം പറയുന്ന ഒരുവനെ ദൈവം എഴുന്നേൽപ്പിച്ചില്ല. അതില്ലാത്ത നിന്നെയാ ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. ബാണമെന്ന് പിടിച്ചോ. പാരമ്പര്യം പറയുന്ന പൗരോഹിത്യത്തിന് വേണ്ടി നിൽക്കുന്ന, പുരോഹിത വസ്ത്രം ധരിച്ച, പൗരോഹിത്യം തലയിൽ കൊണ്ടു നടക്കുന്ന നടുക്കട്ടല്ല ഒരുത്തനെ ദൈവം എഴുന്നേൽപ്പിച്ചില്ല. നെഹമ്യാവേ, നിന്റെ മേലാണ് വിളി. എന്റെ സഹോദരന്മാർ, പുറകിലിരിക്കുന്ന മക്കളെ, ഇന്നത്തെ മെസ്സേജ് നിങ്ങളോടാ കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് ആത്മാവനോട് പറയുന്നു, നടുക്കട്ടുള്ള പുരോഹിതൻ ആലയത്തിലുണ്ട്, മഹാപുരോഹിതന്മാർ ആലയത്തിലുണ്ട്, പതക്കം ധരിച്ചവരുണ്ട്. അവരെ ഒന്നും എടുക്കാതെ പൊളിഞ്ഞതിനെ പണിയാൻ കൊട്ടാരത്തിൽ നിന്നൊരു നെഹമ്യാവിനെ ദൈവം എടുത്തു. ഹല്ലേലൂയ. തമ്പുരാൻ ഒരാളെ വേണം, ഒരാളെ വേണം, ഒരാളെ വേണം. ഒരു ഹല്ലേലൂയ പറ. ഇന്നൊരു സെലക്ഷന്റെ പകലാ. ദൈവത്തിന് ഒരാളെ വേണം. തന്റെ ഇടത്തോടെ അപ്പ അത് ഞാനാന്ന് പറ, അത് ഞാനാന്ന് പറ. വിട്ടുകൊടുക്കത്തില്ലെന്ന് പറ. അത് ഞാനാ പണിയുന്നത്, ഞാനായിരിക്കുമത്, എന്റെ കുഞ്ഞായിരിക്കുമത്, എന്റെ തലമുറയായിരിക്കുമത്, എന്റെ സഭക്കകത്തുനിന്നായിരിക്കും. ആമേൻ, ആമേൻ. പണിയാൻ ദൈവം എഴുന്നേൽപ്പിക്കുന്ന മനുഷ്യൻ. ഹല്ലേലൂയ. സബനഗടക ജഗലാരഗടഗദല ഇബൽ പൗഡബൽ ഘടകശനാദല. മോനെ, യെഹെസ്കേൽ 22:30 വാക്യമാ തോന്നുന്നു. ഒന്നിട്ട് മോനെ, യെഹെസ്കേൽ 22:30 വേദവാക്യം പ്ലീസ് ഒന്ന് നോക്കിക്കേ. താങ്ക് യു ജീസസ്. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി, അതിന് മതിൽ കെട്ടി, എന്റെ മുമ്പാകെ, എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന്, ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു. ആരാ മക്കളെ ഒന്ന് പറഞ്ഞേ. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി, എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഞാൻ ആരെ അന്വേഷിച്ചു? ഒരു പുരുഷനെ, ഒരു പുരുഷനെ അന്വേഷിച്ചു. ഈ കർത്തൃപകർക്കാലം ദൈവം ചിലരെ അന്വേഷിക്കുക. പുറകെ നിൽക്കുന്ന ആ താടി വെച്ച മോനെ, ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടോ മോനോട്? ഇല്ല, ഒന്നിങ്ങ് വന്നേ. ഷാന, ദൈവം നിന്നെ അന്വേഷിക്കുക. ഓ, എനിക്കറിയാം, ഞാനിവിടെ ആദ്യമായിട്ട് കാണുക. പക്ഷെ ഇവന്റെ മേലെ ഒരു അഭിഷേകമുണ്ട്, ഇവന്റെ മേലെ ഒരു അഭിഷേകമുണ്ട്. നിങ്ങൾ ഇന്ന് വന്നത് ഒരു അഭിഷേകത്തിന് നിയോഗം പ്രാപിച്ചു പോകുക. എന്നോട് കർത്താവ് പറയുക, ഇന്ന് വന്നത് ചിലത് കൊണ്ടുപോകാനാ, ഇന്ന് വന്നത് ചിലത് വാങ്ങിച്ചോണ്ട് പോകാനാ. പക്ഷെ ആത്മാവനോട് പറയുന്നു, ഒരു മനുഷ്യനെ ദൈവം അന്വേഷിച്ചു. ഇടിവ് നിൽക്കേണ്ടതിന്, അഭിഷേകം ചുമക്കേണ്ടതിന്, അഭിഷേകത്തിന് പകർച്ച ദൈവം പകരേണ്ടതിന് പ്രാപിച്ചോ അതിശക്തമായ ഒരഭിഷേക തൈലം
ഈ മനുഷ്യന്റെ മേൽ ദൈവം ഒഴിക്കുക. ധാവിച്ചോ? ഇന്നു മുതൽ നിന്റെ വാക്കുകൾ മാറാൻ പോകുകയാണ്. നിന്റെ വാക്കുകളുടെ മേൽ ഒരധികാരം ഉണ്ടാകാൻ പോകുക. നീ പറയുന്ന വാക്കിനകത്ത് ഭയങ്കര ധൈര്യം ഉണ്ടാകാൻ പോകുക. ഒരു പ്രവചന ശുശ്രൂഷ. ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചോ. ആത്മാവിനോട് പറയുന്നു അതിശക്തമായി. നിങ്ങളൊരു പ്രവാചകനാ, അതിശക്തമായ ഒരു പ്രവാചകനായി ദൈവം ഇന്ന് പുറത്തു കൊണ്ടുവരികയാ. ആയിരങ്ങളോട് ദൂത് പറയേണ്ടതിന്, ആയിരങ്ങളോട് അരുളപ്പാട് അറിയിക്കേണ്ടതിന് ദൈവത്തിന്റെ കര ഈ പക ചലിക്കുക. രക്തത്താലെ ചെയ്യും, രക്തത്താലെ ചെയ്യും. കുഞ്ഞെ നീ ഓടിവാ, ഓടിവാ, മുന്നോട്ട് വാ, മുന്നോട്ട് വാ. സുനിയുടെ മോള് ഓടിവാ. അമ്മ, കർത്താവ് നിന്നോട് പറയുന്നു, മുന്നോട്ട് വന്നേ. നിന്നോട് പറയുകയാണ്, ഈ ദിവസങ്ങളില് നിന്റെ മേലൊരു നിയോഗം വെളിപ്പെടാൻ പോകുകയാണ്. അവൻ ഇവളും ഇവനും 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 പ്രവാചക ഗണത്തിലുണ്ട് എന്ന് പറയുന്നത് പോലെ നീ നിൽക്കുന്നിടത്ത്, നീ പോകുന്നിടത്ത് അരുളപ്പാട് പറയേണ്ടതിന് ഒരഭിഷേക തൈലം ഇന്ന് വക ദൈവം നിന്റെ മേൽ ഒഴുക്കിയാണ്, ഒഴുക്കിയാണ്. ഇവിടെ ഇരിക്കുന്ന തലമുറകളുടെ മേൽ ഒരഭിഷേകത്തിന്റെ ഒരു നിയോഗം ദൈവം വെളിപ്പെടുത്തുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകൽ അത് നിന്റെ മേൽ വീഴട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചെയ്യാം. അവൻ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഈ മെസ്സേജ് എൻ്റെ ഉള്ളിൽ തിളച്ചുകൊണ്ടിരിക്കുക. ഞാൻ അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞത്, ദൈവം എന്നോടൊരു കാര്യം അരുളപ്പാട് തന്നിട്ടുണ്ട്, ദൈവം എന്നോടൊരു കാര്യം ഇടപെട്ടിട്ടുണ്ട്. ദൈവം ഒരു മനുഷ്യനെ അന്വേഷിക്കുന്നു. എങ്ങനെയുള്ള മനുഷ്യൻ? പണിയാൻ എഴുന്നേൽക്കുന്ന ഒരു മനുഷ്യൻ. ദേശത്തെ ഇടിവ് നിൽക്കേണ്ടതിന്, ദേശത്തിന് മതിൽ കെട്ടേണ്ടതിന് ദൈവം ഒരാളെ അന്വേഷിച്ചു, കണ്ടില്ലതാനും. പക്ഷെ ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, ഇതിനകത്ത് ദൈവം ചിലതിന് ഈ പകൽ കാണട്ടെ. ആരാണ് ആ ഒരുവൻ? പറ, ആരാണ് ആ ഒരുവൻ? ഞാനാണ്. നിങ്ങൾ ഒരാള് എഴുന്നേക്കാതെ, ദൈവം കണ്ട ഒരു മനുഷ്യൻ എഴുന്നേക്കാതെ ദൈവം ചെയ്യേണ്ട കാര്യം ദൈവം ചെയ്യില്ല. പറയാൻ പറ്റുമോ? ഞാൻ ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ. പ്രവാചകൻ അഭിഷേക തൈലം മാറ്റിവെച്ചിട്ട് കയ്യും കെട്ടി കാത്തിരിക്കുന്നു. ഈശായി ചോദിച്ചു, എന്റെ മക്കളെ എല്ലാം കൊണ്ടുവന്നല്ലോ, എന്റെ വീട്ടിലെ എല്ലാ മക്കളെയും നിന്റെ മുമ്പിൽ കൊണ്ടുവന്നല്ലോ, എന്നിട്ടും എന്താ ഇത് അനങ്ങാത്തത്? യെശയ്യായുടെ മറുപടി, ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനി ആരെങ്കിലും ഉണ്ടോ? അവർ പറഞ്ഞുണ്ട്, ഒരുത്തനുണ്ട്, അവനങ്ങ് കാട്ടില്ല. പ്രവാചകന്റെ മറുപടി, അവൻ വന്നിട്ടല്ലാതെ, ആ ഒരുവൻ വന്നിട്ടല്ലാതെ, ദൈവം കണ്ട ഒരുവൻ വന്നിട്ടല്ലാതെ, ദൈവം ലക്ഷ്യം വെച്ച ഒരുവൻ വന്നിട്ടല്ലാതെ. അതിന്റെ അർത്ഥം ആ ഒരുവൻ നിങ്ങളാ മക്കളെ, ആ ഒരുവൻ നിങ്ങളാ, ആ ഒരുവൻ നിങ്ങളാണ്. നിങ്ങൾ വന്നിട്ടല്ലാതെ ദൈവം ഒരു കാര്യം ചെയ്യില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾ വരാതെ, ദൈവം കണ്ട മനുഷ്യൻ എഴുന്നേൽക്കാതെ ദൈവം ഒരു കാര്യം ചെയ്യില്ല. അത്ര മനസ്സിലായോ? ഇനി അടുത്തൊരു കാര്യം പറയാം, ശ്രദ്ധിച്ചേക്കണേ. ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭത്തിൽ മഴയില്ലായിരുന്നു. എന്തില്ലായിരുന്നു? മഴയില്ലായിരുന്നു. പിന്നെ എങ്ങനെയാ സസ്യങ്ങൾ വളർന്നുകൊണ്ടിരുന്നേ? മഞ്ഞു പൊങ്ങും. നിലത്തുനിന്ന് മഞ്ഞു പൊങ്ങിയിട്ട് സസ്യങ്ങൾ വിളയിച്ചിരുന്നു. മഴയില്ലായിരുന്നു. എന്റെ ചോദ്യം, ഉൽപ്പത്തി 2:5, എന്താ അപ്പച്ച മഴ പെയ്യിക്കാഞ്ഞേ? വായിക്കേ, എന്തുകൊണ്ട് മഴ പെയ്യിക്കാഞ്ഞേ? വേഗം വായിച്ചോ. എന്താ മഴ യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല. ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല. ദൈവം പെയ്യിച്ചില്ല. കാരണം പറ.
നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. മഴ പെയ്യിക്കാൻ എന്താണെന്നറിയോ? മഴ പെയ്യിച്ചാൽ വേല ചെയ്യാൻ ഒരുവൻ ഉണ്ടാകണം. അതുകൊണ്ടാ ദൈവം പെയ്യിക്കാഞ്ഞത്. ഒരുവൻ എഴുന്നേറ്റാ ദൈവം പെയ്യിക്കും. ഒരുവൻ വേല ചെയ്യാൻ എഴുന്നേറ്റാൽ വൻമഴ ദൈവം പെയ്യിക്കും. മുൻമഴയും പിൻമഴയും പെയ്യിക്കാൻ എന്റെ ദൈവം ശക്തനാണ്. ആത്മാവ് ഞാൻ പറയുന്നു, ഭാരതം ഉറ്റുനോക്കുന്ന, ഭാരതം പിടിക്കപ്പെടുന്ന ഒരാത്മാവിന്റെ പിന്മഴ ദൈവം പെയ്യിക്കാൻ ദൈവം ശക്തനാണ്. പക്ഷെ ദൈവം പറയുന്നു, ഒരുവൻ എഴുന്നേക്കട്ടെ. എന്റെ ഉള്ളം കത്തിക്കൊണ്ടിരിക്കുക, എന്റെ ഉള്ളം കത്തിക്കൊണ്ടിരിക്കുക. യഹോവയായ ദൈവം ഭൂമിയിൽ എന്ത് പെയ്യിച്ചില്ല? മഴ പെയ്യിച്ചില്ല. എന്തുകൊണ്ടാ പെയ്യിക്കാഞ്ഞ്? വേല ചെയ്യാൻ ഒരു മനുഷ്യൻ ഇല്ലായിരുന്നു. എന്നാൽ ഒരു മനുഷ്യൻ വേല ചെയ്യാൻ എഴുന്നേറ്റു. അവന്റെ പേരാണ് ആദാം. അവൻ എഴുന്നേറ്റപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. ഇന്ന് പകൽ വേല ചെയ്യാൻ ഒരുവൻ എഴുന്നേറ്റാൽ ഒരു ഉണർവിന്റെ മഴ ദൈവം പെയ്യിപ്പിക്കും. ഭാരതത്തിൽ പെയ്യിപ്പിക്കും, ഈ സഭക്കകത്ത് പെയ്യിപ്പിക്കും. വിശ്വാസമുള്ളവർ ആത്മാവിൽ അത് ഏറ്റെടുത്തോ. ഒരുവൻ എഴുന്നേറ്റാൽ, ഒരുവൻ എഴുന്നേറ്റ് വന്നാൽ, ഒരുവൻ എഴുന്നേറ്റ് നിന്നാൽ ഒരു മഴ ദൈവം പെയ്യിപ്പിക്കും. അത് മുൻമഴയും ഒരു പിന്മഴയും പെയ്യിപ്പിക്കാൻ ദൈവം ഒരുവനെ കാണുകയാ. ഹല്ലേലൂയ. ഓ, എത്ര തവണ ഉൽപ്പത്തി പുസ്തകം വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് മനസ്സിൽ ഉടക്കിയിട്ടില്ല. പക്ഷെ ഇന്ന് പകൽ ഉടക്കിയിട്ട് ദൈവം പറയുക, എടാ, ഞാൻ മഴ പെയ്യിക്കണമെങ്കിൽ വേല ചെയ്യാൻ മടിയില്ലാത്ത ഒരുവൻ എഴുന്നേക്കണം. ഒന്ന് ശ്രദ്ധിച്ചേ. ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു ഒരു സ്പിരിച്വൽ റിവൈവൽ ദൈവം അഴക്കണമെങ്കിൽ വേല ചെയ്യാൻ മനസ്സുള്ള ഒരുത്തൻ എഴുന്നേറ്റാ മതി. അത്ഭുതങ്ങൾ ചെയ്യാൻ, അടയാളങ്ങൾ ചെയ്യാൻ, രോഗികളെ സൗഖ്യമാക്കാൻ, ഭൂതങ്ങളെ പുറത്താക്കാൻ, മരിച്ചവരെ ഉയർപ്പിക്കാൻ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വിവിധ വീര്യപ്രവൃത്തികളാൽ ദൈവനാമം ഉയർത്താൻ ഒരുവൻ ഇതിനകത്തും എഴുന്നേറ്റാൽ നിങ്ങൾക്ക് ദൂത് മനസ്സിലാകുന്നുണ്ടോ? പട്ടണങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. ദ്വീപുകൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. ഈ കണ്ടക്കടവിൽ കിടന്ന, തീരദേശത്ത് കിടന്ന എന്റെ മേൽ ഈ വിളി വന്നപ്പോൾ ഞാൻ എഴുന്നേറ്റത് കൊണ്ടാണ് കാനഡക്കാർ ഇന്ന് ഈ ആഴ്ച എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അവരുടെ ഡേറ്റിനല്ല മീറ്റിംഗ്, എന്റെ ഡേറ്റിനാ മീറ്റിംഗ്. അല്ലേ? ആർഷയ്ക്ക് എപ്പോ വരാൻ പറ്റും? ഞാൻ പറഞ്ഞു, മോനെ, ഇന്ന ദിവസം ഞാൻ ഒഴിവാ, ഈ ദിവസം മീറ്റിംഗ് വെച്ച്. ഓ, അത് മതി എന്ന് വെച്ച ദൂത് മനസ്സിലായോ? നീ ഒരുത്തൻ എഴുന്നേറ്റ നിന്റെ ഡേറ്റിനാ മാറി. മനസ്സിലായവർക്കായി സ്തോത്രം. നിന്നെ ദൈവം എഴുന്നേൽപ്പിച്ച നിന്റെ ഡേറ്റിന് പ്രാധാന്യത. ദൈവം നിന്നെ അഭിഷേകം ചെയ്താൽ, നിന്റെ വിശ്വാസവും നിന്റെ പ്രത്യാശയും ഉണർന്നാൽ നിനക്കാണ് വാല്യൂ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് എല്ലാ കാലഘട്ടങ്ങളിലും ദൈവം ഉപയോഗിക്കാൻ ഒരുവനെ ദൈവം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാന് കുറച്ചുകൂടി ആഴമായി വ്യക്തമായി ഇത് ലൈവിൽ പോകുന്നത് കൊണ്ട് പറയുന്നു. ഈ മെസ്സേജ് കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് ചിലർ എഴുന്നേറ്റിരിക്കും. ഇതിനകത്തുനിന്ന് ചിലർ എഴുന്നേറ്റിരിക്കും. അവർ അത്ഭുതമായിരിക്കും. അവർ അത്ഭുതമായിരിക്കും. അവരിലൂടെ ദൈവം ചിലതൊക്കെ ചെയ്തിരിക്കും. കാരണം ഒരുവൻ എഴുന്നേറ്റിട്ടുണ്ടോ, അവനെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ എഴുന്നേക്കാൻ തയ്യാറുണ്ടോ? ദൈവം നിങ്ങളെ തൊടും. ദൈവം നിങ്ങളെ തൊടും. ഞാൻ ഈ ഒരുവന്റെ ദൂതെന്ന് പറയാം. ഒരുവന്റെ ദൂത് ഭൂമിയിലൊക്കെ ഈ മനുഷ്യജാതിയെ ഉളവാക്കാൻ ദൈവം ഒരൊറ്റ ആദാമിനെ, ഒരു ഹല്ലേലൂയ പറ, ഒരൊറ്റ ആദാമിനെ, ലോകം മുഴുവൻ പാപം പെയ്തിറങ്ങിയപ്പോ പെട്ടകം പണിത് പെട്ടകത്തിനകത്ത് രക്ഷയുടെ പെട്ടകം ഒരുക്കാൻ ഒരൊറ്റ നോഹയെ ദൈവം ഉപയോഗിച്ചു.
അവൻ ഭൂമിയിലൊക്കെ കുടിയിരിക്കേണ്ടതിന്, ഒരു വിശുദ്ധ ജാതിയെ പുറത്തെടുക്കേണ്ടതിന് ദൈവം വിശ്വാസികളുടെ പിതാവായ ഒരു അബ്രഹാമിനെ ദൈവം പുറത്തു കൊണ്ടുവന്നു. ഒരു ഹല്ലേലൂയ പറ ദൈവമക്കളെ. ആ കാലഘട്ടത്തിൽ ദൈവത്തോടുകൂടെ നടന്ന് ദൈവത്തിന് എടുത്തുകൊണ്ട് പോകാൻ ദൈവം ഒരു ഹാനോക്കിനെ ദൈവം വിളിച്ചു. ഒരു ഹല്ലേലൂയ ഉറക്കെ പറ. തീർന്നില്ല. യേശു തമ്പുരാന്റെ ജനനം, യേശുവിന്റെ മരണം പ്രവചിക്കാൻ ആ കാലഘട്ടങ്ങളിൽ ഒരു യേശയ്യാവിനെ ദൈവം സെലക്ട് ചെയ്തു. തീർന്നില്ല. ദമസ്കോസിന്റെ വടിവാതിക്കൽ വെച്ച് ഒരുവനെ അടിച്ചങ്ങ് താഴെ ഇട്ടു. എന്തിന്? 14 ലേഖനങ്ങൾ എഴുതാൻ ഒരു പൗലോസിനെ ദൈവം തൊട്ടു. തീർന്നില്ല. ഒറ്റ പ്രസംഗത്തിനകത്ത് 3000 പേരെ സ്നാനപ്പെടുത്താൻ ഒരു പത്രോസിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. യേശുവിന് വഴി കാണിക്കാൻ ഒരു യോഹന്നാനെ ദൈവം എഴുന്നേൽപ്പിച്ചു. മാനവകുലത്തെ രക്ഷിക്കാൻ ഒരു യേശുവിനെ അവൻ എഴുന്നേൽപ്പിച്ചെങ്കിൽ ആത്മാവിൽ ഞാൻ പറയുന്നു, നിന്നെ ഇന്ന് മകൾ ദൈവം എഴുന്നേൽപ്പിക്കുക. ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുക. ദൈവത്തോട് പ്രതികരിച്ചോ. എല്ലാ കാലഘട്ടങ്ങളിലും ചരിത്രമായി മാറിയത് ഒരുവനാ. ഒരു ബില്ലി ഗ്രഹാമിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഒരു ബോങ്കയെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഒരു റോജറോഷ്മയെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഒരു വില്യം ബൂത്തിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഒരു ജോൺ ഓസ്റ്റിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഇന്ന് മകൾ ഇതിനകത്ത് ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. ഹൈദരാബാദിന്റെ സിറ്റിക്കകത്ത്, ഹൈദരാബാദിന്റെ ടൗണിനകത്ത് രാവിലെ 5 മണിക്ക് തുടങ്ങുന്ന വർഷിപ്പ് വൈകിട്ട് 7 മണിക്ക് ആശീർവാദം പറയുമ്പോൾ 4,65,000 പേര് കൂടുന്ന ഡോക്ടർ സതീഷിന്റെ ചർച്ചിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ആ പുൽപ്പിറ്റി കേറിയതാ, ആ ചർച്ചിനകത്ത് പോയതാ. അവൻ 5 മണിക്ക് തുടങ്ങുന്ന ആരാധന വൈകിട്ട് 7 മണിക്ക് ആശീർവാദം പറയുമ്പോൾ 4,65,000 പേര് ആരാധിച്ച് കഴിയും. അതിനകത്ത് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. MBBS കാരനായ ഒരു ഡോക്ടർ സതീഷിനെ ദൈവം എഴുന്നേൽപ്പിച്ചപ്പോ 4,00,000-ലധികം ആളുകൾ അവിടെ ആരാധനക്ക് വന്നെങ്കിൽ നിന്റെ മേലും ആ വിളിയുണ്ട്. നിന്നെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. ഒന്ന് ഏൽപ്പിച്ചുകൂടെ. അഭിഷേകം നിന്റെ മേൽ വീഴട്ടെ. ആ തീ നിന്റെ മേൽ വീഴട്ടെ. ഹല്ലേലൂയ. ഞാന് ഈ മെസ്സേജ് ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണുകൾ ഒരു മനുഷ്യന്റെ മേൽ പതിഞ്ഞു. ആരാന്നറിയാമോ? കർത്താവിന്റെ ദാസൻ റെയ്നാഡ് ബോങ്കെ എന്ന് പറയുന്ന ആ ശക്തനായ മനുഷ്യൻ ആഫ്രിക്ക ഭൂഖണ്ഡത്തെ മുഴുവൻ ഇളക്കി 2% ക്രിസ്ത്യാനിയായി മാറ്റി ആ ഒറ്റ മനുഷ്യൻ എഴുന്നേറ്റപ്പോ, എന്നാൽ താൻ എവിടെ വന്നാലും, എവിടെ പ്രസംഗിക്കാൻ വന്നാലും, മോനെ ലാൻഡോ കേട്ടോ, എവിടെ പ്രസംഗിക്കാൻ വന്നാലും തന്റെ പ്രസംഗം ക്യാമറ കണ്ണിൽ ഒപ്പിയെടുക്കാൻ ഒരു ചെറുപ്പക്കാരൻ തോളത്ത് ക്യാമറ വെച്ച് ബോങ്ക പോകുന്നിടത്തെല്ലാം പോകും. ബോങ്ക സ്റ്റേജിലൂടെ ഓടുമ്പോൾ ആ മനുഷ്യൻ ഓടും. ബോങ്ക പ്രസംഗിക്കുമ്പോൾ മുമ്പിൽ വന്ന് വീഡിയോ പിടിക്കും. ബോങ്ക ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു, താൻ നിത്യരെ ചേർക്കപ്പെട്ടു. എന്നാൽ ഇന്ന് അവൻ ആഫ്രിക്കയിൽ ഉപയോഗിക്കുന്ന ആരാന്നറിയാമോ? ആ ക്യാമറക്കാരനെ. തന്റെ മുമ്പിൽ കൂടുന്നത് കോടികൾ. ഹല്ലേലൂയ. ഇതിനകത്താരും വെറുതെയല്ല, ഇതിനകത്താരും ചെറുതല്ല. ഒരു പക്ഷം നിന്റെ മേൽ ആ അഗ്നി വീണിരിക്കും, നിന്റെ മേൽ ആ നിയോഗം വീണിരിക്കും. ആത്മാവിന്റെ തീ പിടിക്കട്ടെ. അടുത്തിരിക്കുന്നവരെ നോക്കരുത്. പിടിക്കേണ്ടത് പിടിച്ചോ, പ്രാപിക്കേണ്ടത് പ്രാപിച്ചോ. ദൈവമഹത്വം ചലിക്കട്ടെ, ദൈവകൃപ ചലിക്കട്ടെ, ദൈവശക്തി ചലിക്കട്ടെ.
മക്കളെ, വർഷങ്ങൾ പറയുന്ന കേക്ക്. ആ ക്യാമറ പിടിച്ച് നടന്നവൻ ഇന്ന് ആഫ്രിക്ക ഇളക്കിയ എന്ന തീയ ജോർജങ്ങളെ. അവൻ പ്രസംഗിക്കുമ്പോ രോഗികൾ സൗഖ്യമാകിയ. തന്റെ ഗുരു പ്രസംഗിച്ചതിനേക്കാൾ ക്രൗഡ ഇന്ന് ആ ക്യാമറക്കാരന്. നിങ്ങൾ ചുമ്മാ വീട്ടിൽ പോയി യൂട്യൂബ് കയറി അടിച്ചു നോക്കേ. ബോങ്കയുടെ മിനിസ്ട്രി ഇപ്പൊ ചെയ്യുന്നത് ആരാന്നറിയോ? ആ മനുഷ്യനാ. റെയ്നാഡ് ബോങ്കെ എന്ന് പറയുന്ന മനുഷ്യൻ ജോർജ് വെർബർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കൈവപ്പിനാൽ പുറത്തു വന്നു. എന്നാ അല്ലേ? ജോർജ് ജെഫ്രി എന്ന് പറയുന്ന ആ ദൈവ മനുഷ്യന്റെ കൈവപ്പിനാൽ ബോങ്കെ പുറത്തു വന്നു. എന്നാൽ ആ അഭിഷേകത്തിൽ പുറത്തു വന്ന ബോങ്കയുടെ വീഡിയോ മാത്രം കവർ ചെയ്ത ആ മനുഷ്യൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ഞാനൊരു കാര്യം പറയാം. എന്റെ 10-31 വർഷത്തെ അനുഭവത്തിൽ നിന്ന് പറയാം. തമ്പുരാൻ ആരെങ്കിലും കയ്യിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ആഗ്രഹമുള്ളവനെ മാത്രമേ എടുത്തിട്ടുള്ളൂ. ആഗ്രഹമില്ലാത്ത ഒരുത്തനെ ദൈവം എടുത്തിട്ടില്ല. കൊതിയില്ലാത്ത ഒരുത്തനെ ദൈവം തൊട്ടിട്ടില്ല. വാഞ്ചയുണ്ടോ? എനിക്കത് വേണമെന്ന് വാഞ്ചയുണ്ടോ? പിടിക്കേണ്ട പോലെ പിടിച്ചേക്കണം. എനിക്കത് വാഞ്ചയുണ്ട്, എനിക്കതിനൊരു വാഞ്ചയുണ്ട്. ആത്മാവിൽ പോരാടി പറ. സ്തോത്രം. മോനെ, എനിക്കൊരു വാക്യം അതിൻ്റെ അകത്ത് 1-ാം അധ്യായത്തിൽ തന്നെ ഉണ്ട്. 1-2 വാക്യമാണ് എൻ്റെ ഓർമ്മ. ഞാൻ പ്രവാചകനല്ല, അല്ലെങ്കിൽ ഞാൻ ആരാ? ഞാൻ ഒരു പാനപാത്ര. ആരായിരുന്നു നെഹമ്യാവ്? ഒരു പാനപാത്രവാഹകൻ. പൊളിഞ്ഞു കിടന്ന മതിൽ പണിയാൻ ദൈവം എഴുന്നേപ്പിച്ച മനുഷ്യനാരാ? അതാണോ മോനെ? അവിടെ വായിക്കുന്ന ഒരു വാക്യമുണ്ട്. അതിന്റെ വായിച്ചേ. കർത്താവേ, നിന്റെ ചെവി അടിയന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇന്നടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാകട്ടെ. അല്ല, ഞാൻ രാജാവിന് പാനപാത്രവാഹനായിരുന്നു. ഞാൻ ആരാണ്? പ്രവാചകനല്ല, പുരോഹിതനല്ല, പുരോഹിതന് മകനല്ല. പകരം ആരാ? പാനപാത്രവാഹകൻ. ഒരു ഇമ്പോർട്ടന്റ് ജോലി ചെയ്യുന്നൊരു മനുഷ്യനാ. കൊട്ടാരത്തിൽ പാനപാത്രവാഹകനാ. നിങ്ങൾ കേക്ക്. പാരമ്പര്യമില്ല, പുരോഹിതനല്ല, പുരോഹിതന്റെ മകനുമല്ല. പക്ഷെ പാനപാത്രവാഹകൻ. അവൻ എഴുന്നേറ്റപ്പോ അവനെ അതേ ഉപയോഗിച്ചേ. കുടുംബ പശ്ചാത്തലമോ കുടുംബ ശ്രേഷ്ഠതയോ ഒന്നും നോക്കത്തില്ല. വീഴാമെങ്കിൽ നിന്റെ ദൈവം അഭിഷേകം ചെയ്യും. ഞങ്ങളുടെയൊക്കെ വീട്ടിനകത്ത് 10 തലമുറ പുറകോട്ടെടുത്താൽ പ്രസംഗം പോയിട്ട് ഒരു നോട്ടീസ് വായിച്ച് അവതരിപ്പിക്കാൻ പോലും ഒരുത്തനില്ലാതിരുന്ന തലമുറക്കകത്തെന്ന ഞങ്ങളെയൊക്കെ പ്രസംഗിക്കാൻ ദൈവം വിളിച്ചേ. എന്നെ ദൈവം വിളിച്ചു, എന്റെ ചേട്ടനെ ദൈവം വിളിച്ചു ശുശ്രൂഷയ്ക്ക്. എന്റെ പെങ്ങളുടെ മോൻ ജയ്മോനെ ദൈവം വിളിച്ചു. എന്റെ ചേട്ടന്റെ മോൻ അജീഷിനെ വിളിച്ചു. ഒരാൾ ഉപ്പ് നോക്കാനില്ല എന്നിടത്തുനിന്ന് ഒരുത്തൻ എഴുന്നേറ്റപ്പോ ഇത്രയും പേര് ദൈവം എഴുന്നേപ്പിച്ചു. ഒരു ഹല്ലേലൂയ ഉറക്കെ പറ. അതുകൊണ്ടാ ദൈവം പറയുന്നത്, നിങ്ങൾ നിൽക്കാമെങ്കിൽ ദൈവം നിങ്ങളെ തൊടും. ഇനി നമുക്ക് വരാം. ദൈവം ആരെ അന്വേഷിക്കുന്നു? ഇനൊന്ന് പ്രവചിച്ചു പറ. ആ മനുഷ്യൻ ഞാനാണ്. പറഞ്ഞ് ധൈര്യമായിട്ട് പറഞ്ഞ് അടുത്തിരിക്കുന്നവരോട് 3-4 പേരോടൊക്കെ പറ. ആ ഒരു മനുഷ്യൻ ഞാനാ, ആ ഒരു മനുഷ്യൻ ഞാനാ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയുള്ള മനുഷ്യനെയാണ് ദൈവം തിരയുന്നത്? എങ്ങനെ ഉള്ള മനുഷ്യൻ? വായിക്കാം. നെഹമ്യ 1:2. എന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു.
ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞു പോയ യഹൂദന്മാരെ കുറിച്ചും യെരുശലേമിനെ കുറിച്ചും ചോദിച്ചു. ആര് നിക്കണേ? ചോദിച്ചു. അത് ഇംഗ്ലീഷ് എന്നാ? ആസ്ക് അല്ലേ? ആസ്ക്. ആരെയാ ദൈവം ഉപയോഗിക്കുന്നേ? അടുത്തിട്ട് ചോദിക്കുന്നവനെ ദൈവം ഉപയോഗിക്കും. അയ്യോ, എനിക്ക് ഇതിനകത്തൊന്നും പങ്കില്ല, ഞാൻ ഇതിനകത്തൊന്നും ഇടപെടത്തില്ല, എനിക്കെന്ത് കാര്യം? ഒരു വാക്കുണ്ടല്ലോ, മൂക്കുത്തിനടുത്ത് പൂച്ചക്ക് എന്ത് കാര്യം? പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചക്ക് എന്ത് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് നീ ഇരുന്നാൽ ആഴ്ചക്കാലം മുഴുവൻ ഇവിടെ വരുന്നവരുടെ മുമ്പിൽ കെയ്ത്താൻ ഫാന് പോലെ അവരിങ്ങനെ പോകുമ്പോൾ അടിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അവിടെ ഇരിപ്പേ ഉള്ളൂ. അല്ല, ചോദിക്കാൻ മനസ്സുള്ളവനെ ദൈവം ഇന്ന് തൊടും. ചോദിക്കാമോ എന്ന് ചോദിച്ചു. ആര്? നെഹമ്യാവ്. ചോദിക്കുന്നവനെ ദൈവം സെലക്ട് ചെയ്യും. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷെ മനസ്സിലാവില്ല, ഞാൻ മനസ്സിലാക്കി തരാം. ഗീദയോൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വേദപുസ്തകത്തിലുണ്ട്. ഗീദയോനോട് ദൈവം പറഞ്ഞു, ഗീദയോനെ ഈ ബലത്തോടെ പോകാം, യഹോവ നിന്റെ കൂടെ. ഉടനെ ഗീദയോൻ ദൈവത്തോട് ചോദിച്ചു, ദൈവം കൂടെ ഉണ്ടായിട്ടെന്നെ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നതെന്ത്? ഇതൊക്കെ ഭവിക്കുന്നത് എന്താ? യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് മതി മോനെ. ദൈവത്തോട് ഗീദയോൻ ചോദിച്ച ഉടനെ ദൈവം പറഞ്ഞു, നീ പൊക്കോ, ഒറ്റ മനുഷ്യനെ പോലെ നീ മിഥ്യാനെ തോപ്പിക്കും. ദൈവത്തോട് ചോദിച്ചവനെയാണ് ദൈവം ഉപയോഗിച്ചത്. ദൈവത്തോട് എന്ത് ചെയ്യണം? ഇന്ന് പകൽ ചോദിക്കും, ഞാൻ എന്ത് ചെയ്യണം? ഒരല്ലെന്ന് ചിലർ ചോദിക്കാത്ത എന്താണെന്നറിയോ? ചോദിച്ചാൽ കഷ്ടകാലത്തിന് നോർത്ത് ഇന്ത്യ അറിഞ്ഞു വിട്ടാലോ? ഞാൻ എന്ത് ചെയ്യണമെന്ന് തമ്പുരാനോട് ചോദിച്ചാൽ തമ്പുരാൻ പറയുക, നീ ഗുജറാത്തിലോട്ടോ ഒറീസയ്ക്കോ പോകണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് കരുതിയിട്ട് പലരും എന്ത് ചെയ്യുന്നില്ല. നല്ലവണ്ണം ഹിന്ദി അറിയാവുന്ന എത്ര പേരുണ്ട്? കൈപൊക്കിക്കുക. നല്ലവണ്ണം ഹിന്ദി അറിയാവുന്നവർ ഒരെണ്ണം പൊക്കത്തില്ല കേട്ടോ ഇന്ന്. 2 പേരുണ്ട്. ഈ സൗരന്മാർക്ക് ആർക്കും ഹിന്ദി അറിയത്തില്ലേ? ഹിന്ദി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഒരാളുണ്ട്. നേരെ പൊക്കോ, ഞങ്ങൾ പ്രാർത്ഥിച്ചു വിടാൻ പോവുകയാണ്. ഹിന്ദി അറിയാവുന്ന ഒരെണ്ണം ഇതിനകത്തിരിക്കരുത്. സ്വതന്ത്രം. തമിഴ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ട്? ഉണ്ട്. അടുത്ത ശുശ്രൂഷക്ക് റെഡി ആയിക്കോ. ഒരു അല്ലെന്ന് പറഞ്ഞേ. സ്വതന്ത്രം. ഇന്നലെ ബ്രദർ വന്നിട്ടുണ്ടോ? വിളിച്ചു കിട്ടിയില്ല, മെസ്സേജ് അയച്ചു വന്നില്ല. ഇന്നലെ രാത്രി 10 മണിയായപ്പോ എന്നെ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചി വന്നൊരു ഫുള്ളി വിളിച്ചു. ഹൈദരാബാദ് എന്നെ വിളിച്ചോട്ട്, ഹലോ പാസ്റ്റർ ബിജു സ്പീക്കിംഗ്. ബിജു? യെസ് ബിജു. പിന്നെ ചോദിച്ചു, പാസ്റ്റർ ബിജു CX? യെസ് ബിജു CX. ഞങ്ങൾ 10 മിനിറ്റ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം ഞാൻ കറക്കി കുത്തി ഒരൊറ്റ കാര്യം പറഞ്ഞു, ടുമോറോ സൺഡേ മോർണിംഗ് വർഷിപ്പ് ടൈം 9:30 to 12:30 പ്ലീസ് കം ഹിയർ. അവന് മനസ്സിലായി എനിക്ക് ഈ സംഭവം അറിയത്തില്ലെന്ന്. അവൻ വേറൊരുത്തനെ വിളിച്ചിട്ട് പറഞ്ഞു, ആ പുള്ളിക്ക് ഞാൻ പറഞ്ഞു ഒന്നും മനസ്സിലായിട്ടില്ല, വർഷിപ്പിന്റെ ടൈം എന്ന് ചോദിച്ചു പോയാൽ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ വിവരമുള്ള ചിലതുണ്ട്. അങ്ങനെ ഞാൻ എഡിസന്റെ നമ്പർ കൊടുത്തു. ഞങ്ങളെയൊക്കെ ഇട്ട് കഷ്ടപ്പെടുത്തുന്ന പേടാപ്പാട് കണ്ടോ? എന്നിട്ടും നിൽക്കുക. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ പറയാൻ ഭാഷയ്ക്ക് നാണമില്ല എന്ന്. എന്തിന്? അതിനപ്പുറം ദൈവം നമ്മൾ നിർത്തിയിരിക്കുന്നത്. അതിനപ്പുറം ദൈവം നിർത്തിയിരിക്കുന്നത്. പിന്നെ എന്തിനാ ഭാരപ്പെടുന്നേ? ഹല്ലേലൂയ.
ആമേൻ. ദൂത് പറഞ്ഞിട്ട് സായിപ്പും മദാമ്മമാര് ഓസ്ട്രേലിയയിൽ പെർത്തിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാട് പറഞ്ഞിട്ട് വീണ് കിടന്ന് വാവിട്ട് കരഞ്ഞിട്ട് പെർത്തിൽ ഈ മീറ്റിംഗ് ലൈവ് പോകുന്നതാ. പെർത്തിലുള്ള മദാമ്മമാർ സായിപ്പുമാര് പറഞ്ഞു, ആമൻ ഈ ദൈവം സംസാരിക്കുമെന്ന് ഞങ്ങളുടെ ആയുസ്സിൽ ആദ്യമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കി. അവർ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. ഒരു കാര്യം ഞാൻ പറയാ, ദൈവത്തിന് ഉപയോഗിച്ചാൽ ഭാഷ ഒരു വിഷയമല്ല. അഭിഷേകമുണ്ടോ ദൈവം തന്നെ ചെയ്യും. ഹല്ലേലൂയ. പക്ഷെ ഇതിനകത്ത് ചിലത് എഴുന്നേക്കണം. കഴിവുള്ള ചിലത് എഴുന്നേക്കണം. അഭിഷേകമുള്ള ചിലത് എഴുന്നേക്കണം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് ആത്മാവി പറയാ, ഞാൻ മലയാളത്തിൽ പ്രസംഗിക്കുമ്പോ എന്നോടൊപ്പം കട്ടക്ക് നിന്ന് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച കയറി വാ, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഞാൻ ചുമ്മാ പറയല്ല, ഒരു വെല്ലുവിളിയായി പറയുക. എന്നോടൊപ്പം പ്രസംഗത്തിനകത്ത് ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ ഭാഷ മലയാളത്തിൽ ഒരുത്തൻ ഇതിനകത്ത് എഴുന്നേറ്റാൽ അവൻ ഈ പുൽപ്പിറ്റിൽ അടുത്ത ആഴ്ച തൊട്ട് നിൽക്കും. അങ്ങനെ ഒരു അഭിഷേകം ചലിക്കും. ദൈവം പറയുന്നു, ദൈവത്തിന് ഒരുവനെ വേണം. ദൈവത്തിന് ഒരുവനെ വേണം. മടിയില്ലാത്ത ഒരുവനെ വേണം. ദൈവത്തോട് ചോദിക്കുന്ന ഒരുവനെ വേണം. ഹല്ലേലൂയ. ദൈവത്തോട് എന്ത് ചെയ്യണം? ചോദിക്കണം. ആരെയാ ദൈവം ഉപയോഗിക്കുന്നേ? ചോദിക്കുന്നവൻ. രണ്ടുപേരോട് പറ, ആരെയാ ദൈവം ഉപയോഗിക്കുന്നേ? ചോദിക്കണം. ആസ്ക്. ചോദിക്കണം. ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ എവിടെയാ പോവണ്ടേ? ഞാൻ എന്താ കൊടുക്കണ്ടേ? ഞാൻ എങ്ങനെയാ ചെയ്യണ്ടേ? ചോദിക്കണം. സമയം പോകുന്നതുകൊണ്ട് പറഞ്ഞുവിടാം. നെഹമ്യാ 1:4. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. ആരെയാ ദൈവം ഉപയോഗിക്കുന്നേ? ഏതവനെയാ ദൈവം ഉപയോഗിക്കുന്നേ? കരയുന്നവനെ. ഒന്ന്, ചോദിക്കുന്നവനെ. രണ്ട്, കരഞ്ഞു. ഒന്ന് പറഞ്ഞ് ഉറക്കെ പറ, കരയുന്നവനെ ദൈവം ഉപയോഗിക്കും. അഭിഷിതന്മാരെ, കരയുന്നവനെ ദൈവം ചരിത്രമാക്കും. പറ, കരയുന്നവന്റെ കരങ്ങളിലൂടെ മിറക്കൾ സംഭവിക്കും. കരയുന്നവനിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും. കരയാൻ നീ തയ്യാറാണോ? ഹല്ലേലൂയ. മക്കളെ, കുഞ്ഞുങ്ങളെ, കരയണം കേട്ടോ. കരയുന്നവനെ ആ ദൈവം എന്ത് ചെയ്യുന്നേ? ഞാന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം പറയാം. രണ്ടുപേരുടെ കാര്യം പറയാൻ എന്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. കേരളത്തിൽ കരഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്ന ഒരാളെ ഞാൻ കണ്ടത് DGS ദിനകരനെയാ. ദിനകരൻ എന്ന് പറയുന്ന ദേവദാസൻ പ്രസംഗിക്കുമ്പോൾ വാവിട്ട് കരയും. കർത്താവിന്റെ ദാസൻ എറണാകുളത്തെ ന്യൂ ഇന്ത്യയുടെ സെൻട്രൽ പാഷ എന്ന TT അബ്രഹാം പാസ് അടുത്ത് മനസ്സിലാക്കിയ ഒരു മനുഷ്യനാ. കരയുന്നതിന് കണക്കില്ല. വാവിട്ട് കരയും. പ്രസംഗിക്കുമ്പോ കരയും. പ്രാർത്ഥനക്ക് വീട്ടിൽ ചെന്ന് പായിട്ടിരുന്നാൽ ആ മനുഷ്യൻ ഇങ്ങനെ കരയും. കരച്ചിൽ ഇങ്ങനെയുണ്ട്. പക്ഷെ ആ മനുഷ്യന് നിത്യതല്ല കേട്ടോ, നിത്യതല്ല. ഒരിക്കൽ എന്നോട് വിളിച്ചു പറഞ്ഞു, മോനെ ഫ്രീ ആകുമ്പോ ഒന്ന് പറഞ്ഞേ. എന്തിനാച്ചാ? എടാ, എന്റെ മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനാ. കടന്നിറങ്ങി താമസിക്കുമ്പോ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്ന് പായിട്ടു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അന്ന് ഇളയ മോന് ഭാരതമാത കോളേജ് പഠിക്കുക. മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. പാസ്റ്റങ്ങ് കരയുക. ചോദിച്ചു, പാസ്റ്റർ എന്തിനാ ഇത്തരം കരയുന്നേ? എന്റെ മക്കൾ യേശുവിനാൽ പ്രയോജനപ്പെടണം. അവർ ദൈവത്താൽ പ്രയോജനപ്പെടണം. ചുരുക്കി പറയാം, ഞാൻ കഴിഞ്ഞ മുമ്പത്തെ വർഷം ഓസ്ട്രേലിയ ചെന്നപ്പോൾ, പെർത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ രാത്രി എന്നെ 1 മണിക്ക് അവൻ കോൾ ചെയ്തു. പാസ്റ്ററിന്റെ ഇളയ മകൻ സാം. എന്റെ മൊബൈലിൽ എന്റെ പിക്ചറുണ്ട്. സാം എന്നെ വിളിച്ചോട്ട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ ഇന്ന് രാത്രി ഫ്രീയാ, എനിക്ക് പാസ്റ്ററെ കാണണം. ഞാൻ എവിടെ വരും? പാസ്റ്ററിന്റെ യൂണിവേഴ്സിറ്റി വാ. പെർത്ത് എന്ന് പറയുന്ന സ്ഥലത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി. ഞാൻ രാത്രിയോ? പാസ്റ്റർ വാ പാസ്റ്റേ. ഞാൻ രാത്രി എന്നു. അവന്റെ ജ്യേഷ്ഠൻ യബിയുടെ കൂടെ ഉണ്ട്. ചെന്നപ്പോ കണ്ടത് ആ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ വാഹനമിടുന്നതിന്റെ അടുത്ത് ഒരു വലിയ ബോർഡ്, സാം എബ്രഹാം.
ആ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് പാർക്കിംഗ് അവൻ്റെതാണ്. പ്രൊഫസർ എന്നോട് പറഞ്ഞു, ബാബാഷേ ഞാൻ പറഞ്ഞ ഈ രാത്രി അവൻ ഒരു കെട്ട് താക്കോൽ എടുത്തിട്ട് പറയും, യൂണിവേഴ്സിറ്റിയുടെ താക്കോൽ എൻ്റെ കയ്യിലാ ഭാഷേ. എന്നെ കേട്ടി അകത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഞാൻ ഭാഷ കൊണ്ടുപോകുന്ന എവിടെയാണെന്നറിയോ? കഴിഞ്ഞ 2022 ലോകത്തിൽ വെച്ച് അവൻ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തം നടന്നു. ആ കണ്ടുപിടുത്തം കോവിഡിന്റെ വൈറസുകളെ എങ്ങനെ നശിപ്പിക്കാമെന്നും അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നും അതെങ്ങനെയൊക്കെ പുറത്തു വരാമെന്നും ലോകരാജ്യങ്ങൾ അമേരിക്ക അടക്കം ഉണ്ടായ ഒരു വലിയ കണ്ടുപിടുത്തത്തിന് നടുവിൽ ആ യൂണിവേഴ്സിറ്റിയും ഓസ്ട്രേലിയ ഗവൺമെന്റും ഇവനെ സമീപിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പ്രതീക്ഷ നിന്റെ മേലാണ്, കോടികൾ ഞങ്ങൾ തരാം, നീ ചെയ്യണം. അങ്ങനെ ദിവസങ്ങൾ, മാസങ്ങൾ, ഒരു വലിയ കോമ്പൗണ്ടും സജ്ജീകരണവും ആ ഹോസ്റ്റൽ യൂണിവേഴ്സിറ്റിയുള്ള സകലമായ പിള്ളേരെയും സാമിന് കൊടുത്തു. ആദ്യമുണ്ടാക്കി നശിഞ്ഞു, രണ്ടാമതുണ്ടാക്കി നശിഞ്ഞു, 5 or 6 പ്രാവശ്യം ചെയ്തു. പക്ഷെ ഒടുവിൽ ലോകരാജ്യം ഉറ്റുനോക്കുന്ന കണ്ടുപിടുത്തം സാമിലൂടെ പുറത്തു വന്നു. അമേരിക്കൻ നാസ സീൽ വെച്ച സർട്ടിഫിക്കറ്റും പതക്കവും സാമിന്റെ കയ്യിൽ വന്നു. എന്നെ കൊണ്ടുപോയി, ഞാൻ ഇതിനു ശേഷം വേണേ കാണിച്ചു തരാം, എന്നെ കൊണ്ടുപോയി ആ വലിയ ഗോഡൻ പോലെയുള്ള വലിയ റൂമിനകത്ത് കൊണ്ടുപോയി അവൻ കണ്ടുപിടിച്ച മിഷനറി എല്ലാം എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, ഈ താക്കോലല്ല യൂണിവേഴ്സിറ്റിയുടെ താക്കോല. ഇവിടെ ഒരു കാര്യം ചലിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞാലേ ചലിക്കൂ. ഞാൻ അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, സിന്ധു, ഒരു മനുഷ്യനെ ദൈവത്തിന് ഇങ്ങനെ മാനിക്കാൻ പറ്റുമോ? അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ എന്നെ അവനിടുന്ന കോട്ടുണ്ടല്ലോ, ആ കോട്ട് എന്നെ ഇടിയിച്ചു. അവനിട്ട ആ സാധനം ഇല്ലേ, എന്നെ ഇടിയിച്ചു. എന്നിട്ട് അവനൊരു വാക്ക് പറഞ്ഞു, എൻ്റെ അപ്പൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഞാൻ അപ്പൻ ഇടിച്ചേനെ, ഇത് പാസ്റ്റിഡ്. അന്ന് അവിടെ നിന്ന് പറഞ്ഞൊരു കാര്യമാ, പാശങ്ങൾ കണ്ടിട്ടില്ല എൻ്റെ പപ്പ കരയുന്നേ, ആ കണ്ണുനീരാ പാർശ്വ കണ്ടത്. മാതാപിതാക്കളെ, നിങ്ങൾ കരയുന്നത് വൃഥാവല്ല, നിങ്ങളുടെ കണ്ണുനീര് നിലത്ത് വീഴുന്നത് വൃഥാവല്ല. കുറിച്ചു വെച്ചോ, ഇന്ന് ചിലത് നടക്കുന്നില്ലെന്ന് കരുതി ഭാരപ്പെടണ്ട. നിങ്ങളുടെ തലമുറകളുടെ മേൽ ദൈവത്തിന്റെ നീതിയുടെ കരം ദൈവം വെളിപ്പെടുത്താൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ ഞാൻ വലിയ പ്രത്യാശയോടെ ആത്മാവിൽ പറയുന്നു, ആരെയാ ദൈവം ഉപയോഗിക്കുന്നത്? നമ്പർ 1, ചോദിക്കുന്നവന് ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തോട് 2, ദൈവത്തോട് കരയണം. കരയുന്നവനെ ദൈവം ഉപയോഗിക്കും. മക്കളെ, കരയാൻ പറ്റുമോ നിനക്ക്? ദൈവം നിന്നെ മാനിക്കും. നിന്റെ മാതാവോ പിതാവോ കരയുന്നത് പോലെയല്ല നീ കരഞ്ഞ ചരിത്രമാ. കരയുന്നൊരു തലമുറ എഴുന്നേക്കട്ടെ, കരഞ്ഞ് ചിലത് മേടിക്കുന്ന തലമുറ എഴുന്നേക്കട്ടെ. അന്യം നിന്നുപോയ കണ്ണുനീര് ഈ സഭക്കകത്തുണ്ടാകട്ടെ. നിന്നുപോയ തലമുറയുടെ കണ്ണുനീര് ഇതിനകത്തുനിന്ന് പുറത്തു വരട്ടെ. ഏത് വിഷയത്തിന് വേണ്ടിയാണോ നീ കരയുന്നത്, ആ വിഷയത്തിന് മേൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകും. അമ്മേ, കർത്താവിന് നല്ലൊരു ആമേൻ പറ. സ്തോത്രം. സന്തോഷമാണോ? സമയം ഓടിപ്പോകുന്നു, ഞാൻ നിർത്തണം. ഈ തമ്പുരാൻ ഇഷ്ടമാണ്. ദൈവത്തിന് ഒരാളെ കൂടെ കിട്ടിയാൽ ഇരുന്ന് സംസാരിക്കാൻ ദൈവത്തിന് എന്താ ഇഷ്ടമാണ്? പറഞ്ഞു കേട്ടോ മക്കളെ, ശരി കേട്ടോ. ദൈവത്തിന് ഒരാളെ കിട്ടിയാൽ ദൈവത്തിന്, ഒരിക്കൽ മോശയോട് പറഞ്ഞു, മോശേ കേറി വാ, ഇവിടെ വന്ന് ഇരിക്കടാ, എനിക്കൊന്ന് സംസാരിക്കണം. ഒരപ്പം മകനോട് സംസാരിക്കുന്ന പോലെ, ഒരു കൂട്ടുകാരനോട് സംസാരിക്കുന്ന പോലെ തമ്പുരാനങ്ങ് സംസാരിക്കാൻ തുടങ്ങി. ഒരു ഹല്ലേലൂയ പറ. ഒരിക്കൽ ഈ ദൈവത്തോട് സംസാരിച്ചാൽ
നിനക്ക് സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അപ്പന് തോന്നിയാൽ അവൻ വീണ്ടും വീണ്ടും സംസാരിക്കും. ഹലോ, ഞാൻ പറഞ്ഞു മനസ്സിലായോ? തമ്പുരാന് തോന്നുകയാണ് ദൈവത്തോട് സംസാരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം എന്ത് ചെയ്യും? ഷൈനി വീണ്ടും വീണ്ടും. ഏലിയുടെ മക്കളായ ഹൊഫ്നിയും ഫിനെഹാസും ദൈവ ശബ്ദം കേൾക്കാൻ മടി കാണിച്ചപ്പോ ഒരുത്തൻ ആലയത്തിൽ കിടക്കുന്നു, പറ കർത്താവേ എന്ന് പറഞ്ഞ്. അവന്റെ പേര് പറ, ശമൂവേൽ. പുരോഹിതന്റെ മക്കളും ദൈവശബ്ദം കേൾക്കാൻ ചെവി അടച്ചപ്പോൾ അന്നയുടെ മകൻ പറയുന്നു, അടിയനിതാ, അടിയനോട് അരുളി ചെയ്യണമേ. അടിയനിതാ. ഒരു വ്യക്തി ദൈവത്തോട് സംസാരിക്കാൻ വാഞ്ചയുണ്ടെന്ന് ദൈവം കണ്ടാൽ ദൈവം വീണ്ടും വീണ്ടും സംസാരിക്കും. സ്വത്രം ഒരു നല്ല അല്ലല്ലോ പറഞ്ഞ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ദൈവത്തോടൊരു അടയാളം ചോദിച്ചു. കേൾക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു, കർത്താവേ, അജയുടെ മമ്മി എവിടെ? അജയുടെ മമ്മി. കഴിഞ്ഞ ദിവസം ഞങ്ങള് അവരുടെ വീടിനടുത്തുള്ളൊരു ഫാമിലി പ്രാർത്ഥിക്കാൻ വേണ്ടി സിസ്റ്റർ കൊണ്ടുവന്നു. അപ്പൊ ഈ വരുന്ന വഴിക്ക് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നീ കൂടെ ഉണ്ടെന്നും നീ എന്നോട് സംസാരിക്കുന്നു എന്നും എനിക്ക് ഇന്ന് ക്ലിയർ ആകണം. ഞാൻ പറഞ്ഞു, അങ്ങ് എന്നോട് സംസാരിക്കുന്നെങ്കിൽ ഇന്ന് ആ വരുന്ന മനുഷ്യനോട് ദൈവം പേര് വെളിപ്പെടുത്തണം, ആരുടെയെങ്കിലും ഒരാളുടെ. പ്രാർത്ഥിച്ചപ്പോ ഉടനെ കർത്താവ് എന്നോട് പറഞ്ഞു, ആ മനുഷ്യന്റെ ഏറ്റവും അടുത്ത സ്നേഹിതൻ എന്താ, ജോസഫ് അല്ലേ? ജോസഫ്. നീ പറഞ്ഞു ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ആരാ ജോസഫ്? എന്റെ ഏറ്റവും അടുത്ത സ്നേഹിതൻ. നമ്മുടെ കർത്താവേ, റെഡി. ഇന്നും സംസാരിക്കുന്നുണ്ട്. ദൂരെ മനസ്സിലായില്ലല്ലേ? കർത്താവിനോടൊന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ നിന്നോട് അവൻ ഇടപെടാൻ തുടങ്ങും. ചരിത്രങ്ങൾ വെളിപ്പെടുത്താൻ തുടങ്ങും. ആലോചനകൾ വെളിപ്പെടുത്താൻ തുടങ്ങും. ഒരു ഹല്ലേലൂയ ഒന്ന് ഉറക്കെ പറ. ഇതാരുടെയും വെച്ചുകെട്ടല്ല. ദൈവത്തിന്റെ ആത്മ പറയുന്നു, ദൈവത്തിന് സംസാരിക്കുന്നവനോട് വീണ്ടും 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 വീണ്ടും. ഒരിക്കൽ സംസാരിക്കാൻ നിങ്ങൾ തുനിഞ്ഞാൽ ദൈവത്തിൽ 3:21 1 ശമൂവേൽ 3:21. മോനെ ഒന്നിട്ട് കൊടുത്ത് ഇവരെല്ലാം കാണട്ടെ. ഇങ്ങനെ യഹോവ ശീലോവിൽ വെച്ച് ശമൂവേലിനോട് യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം യഹോവ വീണ്ടും വീണ്ടും ദൈവം സംസാരിച്ചു. എങ്ങനെ സംസാരിച്ചു? വീണ്ടും. ഒരിക്കൽ ദൈവം സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം നിർത്തില്ല. ദൈവം വീണ്ടും വീണ്ടും സംസാരിക്കും. കൊതിയുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ദൈവം വീണ്ടും വീണ്ടും സംസാരിക്കും. ഇതിനകത്തിരിക്കുന്ന സഹോദരിമാരോട് പറയുന്നു, ദൈവം നിന്നോട് വീണ്ടും വീണ്ടും സംസാരിക്കും. ഒറ്റ സംസാരം കൊണ്ട് ദൈവം നിർത്തിക്കളയത്തില്ല. ഒരു വാക്കുകൊണ്ട് ദൈവം നിർത്തുകയില്ല. പിന്നെയും പിന്നെയും ദൈവം നിന്നോട് സംസാരിക്കും. 1:5 ആരെയാ ദൈവം ഉപയോഗിക്കുന്നത്? 1:5 വായിച്ചോ. സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരമായ ദൈവമേ. 3 ആരെയാ ദൈവം ഉപയോഗിക്കുന്നത്? ദൈവവചനത്തിൽ നിന്ന് പ്രതികരിക്കുന്നവനെ. ആരെയാ ദൈവം ഉപയോഗിക്കുന്നത്? വചനം വിട്ട് മാറുന്നവനെ ദൈവം ഉപയോഗിക്കത്തില്ല. ആരെയാ ദൈവം എടുക്കുന്നത്? വചനത്തിൽ നിലനിൽക്കുന്നവനെയാ ദൈവം ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. നല്ലൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ആമേൻ. മോനെ, ദൈവത്തിന്റെ ഭാഷ ഏതാടാ? ദൈവത്തിന്റെ ഭാഷയുണ്ടോ? ഏതാ ദൈവത്തിന്റെ ഭാഷ? ദൈവത്തിന്റെ ഭാഷ നിങ്ങൾക്ക് അറിയണോ? ദൈവത്തിന്റെ ഭാഷ അറിയാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി, വചനം വായിച്ചാൽ മതി. ദൈവത്തിന് നമ്മളോട് ഇടപെടാനുള്ള ഭാഷയാണെന്ത്? നിങ്ങൾക്കൊരു ഭാഷയില്ലേ? എനിക്കൊരു ഭാഷയില്ലേ? നമുക്ക് എല്ലാവർക്കും ഒരു ഭാഷയില്ലേ? അങ്ങനെയാണെങ്കിൽ തമ്പുരാൻ ഒരു ഭാഷയുണ്ട്. അതാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ ഭാഷ അതാണ്. ദൈവം ഇടപെടുന്ന ഭാഷ അതാണ്. അതുകൊണ്ട് ദൈവം ഉപയോഗിക്കുന്ന ഏതൊരു മനുഷ്യനും എന്ത് ചെയ്യണം? ദൈവവചനം വായിക്കണം. വചനത്തിൽ നിലനിൽക്കണം. വചനത്തിൽ എന്ത് ചെയ്യണം? നിലനിൽക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പ്രിയ മോനോട് ചോദിച്ചു,
മോനെ, നീ വ്യക്തിപരമായി ബൈബിൾ വായിക്കാറുണ്ടോ? ചോദിച്ചു, അങ്ങനെ വായിക്കണോ? അപ്പൊ ഞാൻ ചോദിച്ചു, എത്രയോ തവണ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടില്ല. കുടുംബ പ്രാർത്ഥനയ്ക്ക് ബൈബിൾ വായിക്കുന്നതല്ല, നിങ്ങൾ വ്യക്തിപരമായി എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ഭാഷ വേദപുസ്തകത്തിലെ വചനമാണ്. ആ വചനം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ വചനം ധ്യാനിച്ചേ പറ്റൂ. ഓടിച്ചു പറ, ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ. ഒന്നാമത്തത് ചോദിക്കണം, ചോദിക്കുന്ന മനുഷ്യൻ. 2, കരയുന്ന മനുഷ്യൻ. 3, വചനത്തോട് പ്രതികരിക്കുന്ന മനുഷ്യൻ. അടുത്തത് അവൻ നെഹമ്യ 1:6. നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് അടിയന്റെ പ്രാർത്ഥന എന്ത് ചെയ്യണേ? കേൾക്കണേ. അങ്ങനെയാണെങ്കിൽ 4ാമത് കുറിച്ചു വെച്ചോ, അനുതാപത്തിന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഒരുവനെ ദൈവം ഉപയോഗിക്കത്തുള്ളൂ. ഒരല്ലെന്ന് പറഞ്ഞേ, മനസ്സ് തഴമ്പിച്ച ഒരെണ്ണത്തെ ദൈവം ഉപയോഗിക്കത്തില്ല. മനസ്സ് തഴമ്പിച്ച പാറ പോലെ ആയതിനെ ഒരുത്തന് എന്നോട് ആരും വഴക്കുണ്ടാക്കല്ലേ, ആരും പണങ്ങല്ലേ. സത്യം പറയാം, മനസ്സ് തഴമ്പിച്ചിരിക്കുന്ന ഒരുത്തനെ തമ്പുരാൻ വിരൽ കൊണ്ട് പോലും തൊടത്തില്ല. ദൈവം തൊടുന്നത് അനുതാപമുള്ള ഹൃദയമുള്ളവനെയാണ്. അനുതാപത്തിന്റെ ഹൃദയത്തിൽ വീഴുന്നവനെയാ ദൈവം ഉപയോഗിക്കുന്നത്, മനസ്സ് കട്ടിയുള്ളവനെയല്ല. ആമേൻ. മനസ്സിലായ? അതിന് മനസ്സിലാക്കാൻ മറ്റൊരു കാര്യം പറയാം. അവൻ യെശയ്യാ പ്രവചനം വായിക്കണ്ട. 1-ാം അധ്യായം തൊട്ട് 5-ാം അധ്യായം വരെ യെശയ്യാവിന്റെ പ്രവചനം. മക്കളെ, എന്നാന്നറിയാമോ? നിങ്ങൾക്ക് കഷ്ടം, നാട്ടുകാർക്ക് കഷ്ടം, വീട്ടുകാർക്ക് കഷ്ടം, നിങ്ങൾക്ക് കഷ്ടം. 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്ന് ഒരുത്തൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാർത്തു മഹത്വം നിറഞ്ഞപ്പോൾ 5-ാം അധ്യായം വരെ നിനക്ക് കഷ്ടമെന്ന് പറഞ്ഞവൻ ചങ്കിലോട്ട് കൈവച്ച് പറഞ്ഞു, അയ്യോ എനിക്ക് കഷ്ടം. അയ്യോ, ആര് സ്വന്തം ദൈവസന്നിധിയിൽ അനുതപിക്കുന്നോ അവന്റെ മേലൊരു അഭിഷേകം വരും. ഒരു ഹല്ലേലൂയ പറ. വർഷിപ്പ് ലീഡ് ചെയ്യുന്ന വർഷിപ്പ് ലീഡേഴ്സ് അനുതാപത്തിന്റെ 10 പാട്ടുപാടി അങ്ങേ അറ്റത്ത് സ്വർഗോന്നതങ്ങളിൽ കൊണ്ടേ ചെന്ന് വെക്കുമ്പോ ഒന്ന് കൈ നെഞ്ചത്ത് വെച്ച് ക്ഷമിക്കണേ എന്ന് പറയുന്നവനെ അല്ല ദൈവം ഉപയോഗിക്കുന്നേ, വീണ് കിടന്ന് അനുതപിക്കുന്നവനെയാ ദൈവം ഉപയോഗിക്കുന്നേ. ഒരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറഞ്ഞേ. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. 9:3 വായിച്ചേ. 9:3 എങ്ങനെയാ പ്രാർത്ഥിച്ച്, എങ്ങനെയാ അനുതപിച്ച്? 9:3 പിന്നെ അവർ തങ്ങളുടെ നിലയിൽ തന്നെ എഴുന്നേറ്റ് നിന്നു. അന്ന് ഒരു യാമത്തോളം തങ്ങളുടെ ദൈവമായ ദേവദാസനെ ഒന്നുകൂടി ഒന്ന് വ്യക്തമായിട്ടൊന്ന് വായിക്കാമോ? പിന്നെ അവർ തങ്ങളുടെ നിലയിൽ തന്നെ എഴുന്നേറ്റ്. ശ്രദ്ധിക്കണേ, എല്ലാരും എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അന്ന് ഒരു യാമത്തോളം തങ്ങളുടെ ദൈവമായ യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേൾക്കുകയും പിന്നെ ഒരു യാമത്തോളം പോലെ എല്ലാരും എഴുന്നേറ്റ് നിന്നിട്ട് ന്യായപ്രമാണ പുസ്തകം ഒരു യാമത്തോളം അവരെല്ലാം എന്ത് വായിച്ചു? ന്യായപ്രമാണ പുസ്തകം വായിച്ചു. മക്കളെ ശ്രദ്ധിക്കണേ, എല്ലാരും അതാസ്ഥാനത്ത് എഴുന്നേറ്റ് നിന്ന് ഒരു യാമത്തോളം പുസ്തകം വായിച്ചു. ഒരു യാമം എത്ര മണിക്കൂർ? 4 മണിക്കൂർ. 3 മണിക്കൂർ. ഒരു യാമത്തോളം എഴുന്നേറ്റ് നിന്നിട്ട് എല്ലാ ദൈവജനവും ഒരുമിച്ച് നിന്ന് 3 മണിക്കൂർ പുസ്തകം വായിച്ചു. ഞാൻ നിങ്ങളെ അരമണിക്കൂർ എഴുന്നേപ്പിച്ച് പുസ്തകം വായിച്ച നിങ്ങൾ സഭ വിട്ടുപോകുമല്ലോ. ഒരു യാമത്തോളം. ഇനി അതും പോട്ടെ മോനെ, അടുത്ത വാക്യം വായിച്ചോ. ഇവരൊന്ന് കേൾക്കട്ടെ, ആരെയാ ദൈവം ഉപയോഗിക്കുന്നത്? വായിച്ചോ. പിന്നെ ഒരു യാമത്തോളം പാപങ്ങളെ എന്ത് പാപങ്ങളെ ഏറ്റുപറഞ്ഞു. 3 മണിക്കൂറൊക്കെ പാപം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആർക്ക് പറ്റും? ഒരു യാമത്തോളം എന്ത് ചെയ്തു? പുസ്തകം വായിച്ചു. ഒരു യാമത്തോളം അവരുടെ അകൃത്യം ഏറ്റു പറഞ്ഞു. പറ്റുമോ ദൈവമക്കളെ?
ഇനി നമ്മൾ നമ്മുടെ അകത്തെ ഏറ്റു പറഞ്ഞാൽ എത്ര മിനിറ്റ് കൊണ്ട് തീരും? നമ്മൾ നമ്മുടെ അകത്തെ ഏറ്റു പറഞ്ഞാൽ എത്ര മണിക്കൂർ കൊണ്ട് തീരും? മണിക്കൂർ വേണ്ട, 2 സെക്കൻഡ് പോലെ. പ്രത്യേകിച്ച് നമ്മളൊക്കെ കൂടുതലും ആളുകള് ഈ കാത്തലിക്കിൽ നിന്ന് വന്നവരാ. നമ്മൾ കുമ്പസാരിച്ച് ശീലമുള്ളവരാ. ഞാൻ രാവിലെ പറഞ്ഞു, എൻ്റെ അമ്മയാണ് എന്നെ കുമ്പസാരിക്കാൻ പഠിപ്പിച്ചത്. ഞാൻ ചോദിച്ചു, എന്നാ കുമ്പസാരിക്കണം? നീ ചെന്ന് അച്ഛനോട് പറയണം, മാതാപിതാക്കന്മാർ പറഞ്ഞിട്ട് അനുസരിച്ചിട്ടില്ല, കൽപ്പന കേട്ടിട്ടില്ല, പാപം ചെയ്തു എന്ന് പറഞ്ഞാൽ മതി, ബാക്കി അച്ഛൻ പറയും. ഇത് തന്നെ ആവർത്തിച്ചു. ഇത് കഴിഞ്ഞ അച്ഛൻ പറഞ്ഞു, അവിടെ ചെന്നിട്ട് 3 ഇടി ഇടിച്ചേക്കണം. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ഇതും പോരാഞ്ഞിട്ട് 3 ആമേൻ നന്മ നിറഞ്ഞു അറിയോ, ഒരു സ്വർഗസ്ഥനെ ചൊല്ലിയാ മതി, നീ ക്ലീൻ. പിന്നെ നിന്നെ പോലെ വിശുദ്ധൻ ഈ ഉലകത്തിൽ വേറെ ആരുമില്ല. പക്ഷെ ഇവര് ചെയ്തത് 1 യാമത്തോളം 3 മണിക്കൂർ എഴുസം ഭാഷ അവർ പാപം ഏറ്റു പറഞ്ഞു. ആരെയാ ദൈവം ഉപയോഗിക്കുന്നേ? സ്വോത്രം സ്വോത്രം സ്വോത്രം. ഇങ്ങനെ മുട്ട നിന്നിട്ടെ, ഇങ്ങനെ മുട്ട നിന്ന് 3 മണിക്കൂറൊക്കെ പാപം ഏറ്റു പറയാന്ന് പറയുന്ന നിസ്സാര കാര്യമാണ്. ഞാനത് ധ്യാനിച്ചപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മളൊക്കെ പാപം ഏറ്റു പറഞ്ഞാൽ 3 മണിക്കൂറൊന്നും പോലെ 19 മണിക്കൂർ വേണ്ടി വരും അല്ലെ? നമ്മുടെ ആളുകൾ ചെയ്തു കൂട്ടുന്ന പാപം വെച്ച് നോക്കിയാൽ 3 മണിക്കൂറൊന്നും പോരാ, 1 മണിക്കൂർ പോരാ, 3 യാമം പോരാ, 5 യാമം പോരാ, അത്രയും ഉണ്ടാകും പറയാൻ. പക്ഷെ എന്തായാലും ദൈവം ഉപയോഗിക്കാൻ ഒരു മനുഷ്യൻ ചെയ്തത് യാമം മുഴുവൻ ദൈവത്തെ ആരാധിച്ചു. 1 യാമം മുഴുവൻ ദൈവത്തിന് പ്രമാണം ഉപയോഗിച്ചു. മക്കളെ, ശുശ്രൂഷയിൽ ആരെങ്കിലും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരു ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം. ഏറ്റവും അധികം വചനം നിങ്ങൾ വായിക്കുന്നവരാകണം. അങ്ങനെ ഉള്ളവരെ ദൈവം ഉപയോഗിക്കും. എവിടെന്നെങ്കിലും ഒരു പ്രസംഗം കിട്ടി. ഞാന് ഒരിക്കൽ ഒരു സ്ഥലത്ത് ചെന്നൊരു പ്രസംഗിച്ചു. പ്രസംഗം ഏൻ ഗതി എന്തായിരുന്നു? ഏൻ ഗതി എന്ന് പറഞ്ഞ പ്രസംഗം ഞാൻ പ്രസംഗിച്ചു. എൻ്റെ പ്രസംഗത്തിന്റെ കുറിപ്പ് ഞാൻ അവിടെ വെച്ചിട്ട് മറന്നുപോയി. തിരിച്ചു വന്നപ്പോൾ ഒരു പുള്ളി എടുത്തിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററിന്റെ പ്രസംഗത്തിന്റെ കുറിപ്പ് കിട്ടിയിട്ടുണ്ട്, ഏൻ ഗതി. എന്ത് പറ്റി? ഞാനൊന്ന് പ്രസംഗിച്ചോട്ടെ. ഞാനൊന്ന് പ്രസംഗിച്ചു. പുള്ളി ആ ഏൻ ഗതി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പ്രസംഗിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനൊരു ഗതിയായി പോയി എന്ന് പറഞ്ഞു. ഇതെങ്ങനെ പ്രസംഗിക്കുന്ന ഭാഷ? ഏൻ ഗതി? പുള്ളി ഒരു ഗതിയിലായിപ്പോയി. എന്ന് വെച്ചാൽ ഈ ബുക്കൊന്നും നിങ്ങൾക്ക് തരാം. പക്ഷെ പ്രസംഗത്തിന്റെ ബുക്ക് ഇതാ, ഇതൊന്നും കിട്ടിയാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ കുറച്ച് എഴുതിയിട്ട് വിവരണം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ നിങ്ങൾ ചുറ്റിപ്പോകും. ഒരുത്തൻ എന്റെ വീട്ടിൽ വന്ന് കുടുംബ പ്രാർത്ഥന എഴുതപ്പോ ഞാന് സങ്കീർത്തനം വായിക്കാൻ പറഞ്ഞപ്പോ അവൻ വായിച്ചിടത്തെല്ലാം അവൻ കൂട്ടി സേല 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 എന്ന് വായിച്ചു. സങ്കീർത്തനത്തില്ലേ പുള്ളി ആദ്യമായിട്ട് ഇത് വായിക്കുന്നതന്നെ. അപ്പൊ വായിച്ച കൂട്ടത്തിൽ സേല കൊണ്ട് സേല അങ്ങ് അടിച്ചു വിട്ടു. ഇതുവരെ വായിച്ചിട്ടില്ല. വേദപുസ്തകം നന്നായി വായിക്കാത്ത ഒരാൾക്ക് പ്രസംഗിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ നല്ലൊരു പ്രസംഗകനാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ മണിക്കൂറുകൾ നിങ്ങൾ ദൈവവചനം ധ്യാനിക്കണം. ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞേ. ഓക്കെ, വേഗം വാ. എന്നിട്ട് 1 യാമം പാപമേറ്റു പറഞ്ഞു, 1 യാമം ന്യായപ്രമാണം വായിച്ചു. നെഹമ്യാ 2:20 വായിച്ച് നമുക്ക് നിർത്താം. 2:20. അതിന് ഞാൻ അവരോട് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ഇനി ആ വാക്ക് പറഞ്ഞ് 1 മിനിറ്റ് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിന് ഞാൻ അവരോട് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം എനിക്കാണോ? എല്ലാരും പറഞ്ഞേ. പിന്നെയോ? ഞങ്ങൾക്ക്. ദൈവദാസനെ, ഞാൻ പറയുന്നത് നീ നോട്ട് ചെയ്യണം. ആദ്യം പുള്ളി പറഞ്ഞു, ഞാൻ കരഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ഉപവസിച്ചു, ഞാൻ അനുതപിച്ചു, ഞാൻ വായിച്ചു, ഞാൻ എന്നായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ, പണിയാൻ വന്നപ്പോൾ ഞാനില്ല, ഞങ്ങൾ. ഒരുത്തൻ എഴുന്നേറ്റാൽ കൂടെ ദൈവം ചിലരെ എണ്ണേപ്പിക്കും.
മനസ്സിലായോ? ഒരുത്തൻ അഭിഷേകത്തോടെ എഴുന്നേറ്റാൽ, ഒരുത്തൻ ദൈവകൃപയോടെ എഴുന്നേറ്റാൽ, ഒരുത്തൻ ദൈവ സാന്നിധ്യത്തോടെ എഴുന്നേറ്റാൽ, ഒരുവൻ അഭിഷേകത്തോടെ പണിയാൻ എഴുന്നേറ്റാൽ, ഒരുത്തൻ അഭിഷേകത്തോടെ പണിയപ്പെടാൻ എഴുന്നേറ്റാൽ, ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ കൂടെ 1000 ദൈവം എഴുന്നേൽപ്പിക്കും. 8:1 വായിച്ച് അവസാനിപ്പിച്ചോ. ഞാൻ പ്രസംഗം നിർത്തിയാണ്, കാരണം ഇനിയും ദൂതുണ്ട്, സമയമില്ല. 8:1. അങ്ങനെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ 7-ാം മാസം സകല ജനവും നീർവാതിലിന്റെ മുമ്പിലുള്ള വിശാല സ്ഥലത്ത് ഒരുമനപ്പെട്ടു വന്നുകൂടി. അടുത്തത്, യഹോവ ഇസ്രായേലിന് കൽപ്പിച്ചു കൊടുത്ത മോശയുടെ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരുവാൻ എസ്രാ ശാസ്ത്രിയോട് പറഞ്ഞു. 7-ാം മാസം 1-ാം തീയതി എസ്രാ പുരോഹിതൻ പുരുഷന്മാരും സ്ത്രീകളും കേട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും സഭയുടെ മുമ്പാകെ ന്യായപ്രമാണം കൊണ്ടുവന്നു. ദേ നോക്കിക്കേ, 13 വർഷം പണി തീരാത്തത് 52 ദിവസം കൊണ്ട് പണി തീർത്തു. എന്നോടൊപ്പം ഉണ്ടോ? 13 വർഷം കൊണ്ട് പണിത് തീരാത്തത് നെഹമ്യാവ് 52 ദിവസം കൊണ്ട് പണിതു. ദൂത് മനസ്സിലായോ? ദൈവം ഒരുവനെ എഴുന്നേൽപ്പിച്ചാൽ എത്ര പഴക്കമുള്ളതും പണിത് തീർക്കാൻ ദൈവം വിശ്വസ്തനാണ്. 13 വർഷം പണിയാൻ കഴിയാത്തത്, 13 വർഷം പണിത് തീർക്കാൻ കഴിയാത്തത്, 13 വർഷം പണിതിട്ട് തീരാത്തത് 52 ദിവസം കൊണ്ട് സ്വർഗത്തിലെ ദൈവം അത് പൂർത്തീകരിച്ചു. ദൈവൊരുത്തനെ കണ്ടാൽ എത്ര വർഷം കൊണ്ടും നടക്കാത്തത് നിമിഷ നേരം കൊണ്ട് ദൈവം ചെയ്യും. സ്വതന്ത്രം. എന്റെ ഒടുക്കം ഇത്തിരി സങ്കടമാണ്. അവസാനം ആ പുസ്തകം അവസാനിപ്പിക്കുന്ന എങ്ങനെയാണെന്നറിയോ? നെഹമ്യാവ് എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറയുന്നുണ്ട്, മുൻപ് ദൈവം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു, നിങ്ങളെല്ലാം മറന്നുപോയി. ഒരു തലമുറ ദൈവം ചെയ്തത് മറന്നുപോയി, നിങ്ങൾ ഓർക്കണമെന്ന് പറഞ്ഞ നെഹമ്യാവ് അവസാനിപ്പിക്കുന്നേ. എൻ്റെ വാക്കുകൾ നിർത്തുന്നതിന് മുമ്പ് ലാസ്റ്റ് ഒരു ചോദ്യം. അങ്ങനെ ഒന്ന് പണിയാൻ, എന്നെ ദൈവം ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ തൻ്റെ ഇടമുള്ള എത്ര പേരുണ്ട്? അവർ ഒന്ന് ചാടി എഴുന്നേൽക്കട്ടെ. അവൻ പറയണം, ഒരു നിമിഷം ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിനോട് പറ, ആ ഒരുവൻ ഞാനാകട്ടെ. ദൈവത്തോട് ചോദിക്കുന്ന ഒരുവൻ, ദൈവസന്നിധി നിറവുള്ള ഒരുവൻ ഞാനാണ് കർത്താവേ. എല്ലാവരും പ്രാർത്ഥിച്ചു. മക്കളെ, എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. അവൻ ആ ഒരുവൻ ഞാനാകട്ടെ. ഹല്ലേലൂയ. ഒരു 2 സെക്കൻഡ് ഒരു അനുതാപത്തിന്റെ പ്രാർത്ഥന നിങ്ങളുടെ മേലുണ്ടാവട്ടെ. ഈ പ്രാർത്ഥന നിങ്ങളുടെ ചരിത്രം മാറ്റും. ഈ പ്രാർത്ഥന നിങ്ങളുടെ നിലവാരം മാറ്റും. മക്കളെ, കണ്ണുകളടച്ച് തമ്പുരാനോട് 2 കരവും നെഞ്ചോട് ചേർത്ത് വെച്ച് പറ, ആ ഒരുവൻ ഞാനാകട്ടെ. ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ദൈവം ഉപയോഗിച്ച ആ നെഹമ്യാവിനെ പോലെ പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന നിങ്ങളുടെ അഭിഷേകത്തെ വർദ്ധിപ്പിക്കും. ശമൂവേലിനോട് വീണ്ടും ദൈവം സംസാരിച്ചു. ദൈവത്തിന് ഒരാളെ വേണം, ദൈവത്തിന് സംസാരിക്കാൻ, ദൈവത്തിന് ഇടപെടാൻ. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, ഞാനുണ്ട് കർത്താവേ അങ്ങയോട് സംസാരിക്കാൻ, ഞാൻ നിന്റെ കൂടെ ഇരിക്കാം, ഞാൻ അങ്ങയോട് കൂടെ ഇരുന്ന് സംസാരിക്കാം. താങ്ക് യു ജീസസ്. നീതുപോലൊരു ഭാഗ്യം
എന്റെ യേശുവിൻ സാന്നിധ്യമേ ഇതുപോ ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ ഇതുപോലൊരു ആശ്വാസം എന്റെ കുഞ്ഞുങ്ങളെ എല്ലാ കരമൊന്ന് കോർത്ത് പിടിച്ചേ. തിരുമുൻപിൽ കാഴ്ച വയ്ക്കുവാൻ എന്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. തിരുമുൻപിൽ സ്വർഗസുഖപീഠം വെടിഞ്ഞ് എന്നെ തേടി വന്നവനെ തേജസ്സിന്റെ വസ്ത്രം ഉരിഞ്ഞ് തന്നെത്താൻ താഴ്ത്തിയോനെ ഇന്നും ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ തേജസ്സിന്റെ ഇന്നും ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ സ്തുതികൾക്ക് യോഗ്യനായി. ഇതുപോലുള്ളൊരു ഭാഗ്യം ഇതുപോലുള്ളൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ ഇതുപോലുള്ളൊരു ആശ്വാസം എന്റെ കുഞ്ഞാടേ കുഞ്ഞാടേ നീ ആറുക്കപ്പെട്ടു തിരുരക്തമെന്നെ വിലയ്ക്കു വാങ്ങി. ഓ രാജകീയ രാജകീയ യേശുവിന്റെ സാന്നിധ്യം ചലിക്കട്ടപ്പോ. അവിടുത്തെ സാന്നിധ്യം ചലിക്കട്ടെ കർത്താവേ. രാജകീയ യേശുവേ മഹാകരുണയ തിരഞ്ഞെടുത്തു ഇന്നും ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ രാജാ രാജാവായി. ഓ ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു ഓ ഇതുപോലുള്ളൊരു ഭാഗ്യം ഇതുപോലുള്ളൊരു ഭാഗ്യം എന്റെ
ഒരുമിച്ച് അങ്ങനെ സന്നിധിയിൽ അടുത്തു വരുന്നു. പ്രിയ വിജിലൻസിന്റെ മകള് അമ്മുവിന് ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസറായി ജോലി ലഭിച്ചു. അത് വലിയൊരു അനുഗ്രഹമാണ്. അതിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രിയ സ്നബിയുടെ വൈഫ് ഡെലിവറിക്കായി അഡ്മിറ്റ് ആവുകയാണ്. കർത്താവ് തക്ക സമയത്ത് അത്ഭുതം ചെയ്യട്ടെ. പ്രിയ ഇമ്മാനുവേല്, തകർച്ചയുടെ മോൻ ഇമ്മാനുവേല് ഒരു ഇടവേള ജോലി കഴിഞ്ഞ് പ്രിയ മോനും വന്നല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഈ പറയപ്പെട്ട വിഷയങ്ങൾക്കെല്ലാം സ്തോത്രം ചെയ്യുന്നു. ദൈവം ആശീർവദിക്കും, അനുഗ്രഹിക്കും. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ. എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. താങ്ക് യു. എത്ര പേർക്ക് ഇന്ന് പകൽ ഈ മെസ്സേജ് അനുഗ്രഹമായി? ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുമോ? ഗാഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ ചൊവ്വാഴ്ച രാത്രി ഞാൻ കടന്നു പോവുകയാണ്. 3 ആഴ്ചത്തെ ആ കാനഡ മീറ്റിങ്ങിന് വേണ്ടി. എനിക്കറിയാം നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ 8 ദിവസം 9 ദിവസമായി വളരെ പ്രതിസന്ധിയിലൂടെ, കഷ്ടതയിലൂടെ കടന്നുപോയി. ഞാൻ ഇന്നലെ അങ്കിളോട് പറഞ്ഞു, ശരിക്കും 8 ദിവസം ഞാൻ രാത്രി ഉറങ്ങിയിട്ടില്ല. തല താഴെ വെക്കുമ്പോൾ ശക്തമായ ചുമ കൊണ്ട് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഉറങ്ങാൻ പറ്റാതിരുന്നത് കൊണ്ട് ചുമ, തല വെക്കുമ്പോൾ ചുമക്കും, പിന്നെ ഛർദിക്കും. അങ്ങനെ 8 ദിവസം കണ്ടിന്യൂ ആയി പോയി. ഇന്നലെ ദൈവദാസന്മാർ ഈ ചർച്ചിൽ കൂടി അവരെ പ്രാർത്ഥിച്ചു. ഇന്നലെ ഞാൻ സുഖമായി കിടന്നുറങ്ങി. അത്രയും ക്ഷീണത്തോടെയാണ് ഞാൻ ഇത്രയും മണിക്കൂർ ഇന്ന് രാവിലെയും ഇപ്പോഴും ഞാൻ നിങ്ങളുടെ നടുവിൽ നിന്നത്. നല്ല ശാരീരികമായ ക്ഷീണമുണ്ടായെങ്കിൽ കർത്താവ് ബലം തന്നു. എന്നാൽ ചൊവ്വാഴ്ചത്തെ യാത്രയിൽ ദൈവം ബലപ്പെടുത്തണം. തുടർന്നുള്ള മീറ്റിംഗിൽ എനിക്ക് ഏറ്റവും ബലം നിങ്ങളുടെ പ്രാർത്ഥനയാണ്. കഴിഞ്ഞ ദിവസം പോളങ്ങൾ എന്നോട് പറഞ്ഞു, ബസ് അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ബസ് പോകുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ കുടുംബം അവർ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഫ്രീ ഉള്ളവർ ഇവിടെ വന്നാൽ ആ മീറ്റിങ്ങിന് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. അങ്കിള് ഏത് സമയത്താണ് വരുന്നതെന്ന് നമ്മുടെ ആ ഗ്രൂപ്പിൽ എപ്പോഴൊക്കെയാണ് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നതെന്ന് മെസ്സേജ് ഇടും. വരാൻ കഴിയുന്നവരൊക്കെ വന്നിരുന്ന് ഒന്ന് പ്രാർത്ഥിച്ചാൽ, ഒരാൾ അവിടെ രക്ഷിക്കപ്പെട്ടാൽ, ഒരാൾ വിടുവിക്കപ്പെട്ടാൽ അതിൻ്റെ അനുഗ്രഹം നമുക്കാണ്. അതുകൊണ്ട് 3 ആഴ്ചയും അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവർ ഞായറാഴ്ച ഉണ്ടാകും. എന്നേക്കാൾ ശക്തരായ വചനം പറയുന്ന, ശുശ്രൂഷ ചെയ്യുന്ന ദൈവഭൃത്യന്മാർ നിങ്ങൾക്കുണ്ടാകും 3 ആഴ്ചയും. അതുകൊണ്ട് ഉത്സാഹത്തോടെ കടന്നു വരിക. ഇപ്പോൾ കർത്താവിൻ്റെ ദാസന്മാർ മുന്നോട്ട് കടന്നു വരും. അവർ വന്ന് എന്നെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു വിടണം. ഇന്ന് വരെ നിങ്ങൾ എന്നെ പ്രാർത്ഥിച്ചു വിട്ടെടുത്തെല്ലാം അത്ഭുതം സംഭവിച്ചു. അത്ഭുതങ്ങൾ മുന്നോട്ട് വരും. ആമേൻ. പറ്റുമ്പോൾ എല്ലാ ദൈവദാസന്മാരും നിങ്ങൾ വരണം, എന്നെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു. ഞാൻ ആരോടത്തും പോയി പ്രാർത്ഥിക്കാൻ ഞാൻ മുട്ടുമടക്കാറില്ല. ആരോടത്തും പോയി ഞാൻ തലേ കൈവച്ച് എനിക്ക് പ്രാർത്ഥിക്കണമെന്നും പറയത്തില്ല. ഞാൻ ആരെ കൊണ്ടെങ്കിലും പ്രാർത്ഥിപ്പിക്കുന്നെങ്കിൽ അത് ഈ ചർച്ചിൽ നിങ്ങളെ കൊണ്ട് മാത്രമാണ്. കാരണം എനിക്ക് ഉറപ്പാണ് നിങ്ങളാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. പ്ലീസ് പറ്റുമെങ്കിൽ നിങ്ങളുടെ കരമൊന്ന് കോർത്ത് പിടിക്കാമോ? ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, പാസ്റ്റർ തൻ്റെ അവസ്ഥ നന്നായിട്ട് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. ഞാനത് പറയണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ പാസ്റ്റർ തന്നെ എൻ്റെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞു. ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ശാരീരികമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്, വലിയ പ്രയാസമുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് ഇവിടെ കൂടി വന്നിരിക്കുന്ന സമയമായിരുന്നു. ഞങ്ങൾ ചുരുക്കം ചില ആൾക്കാരെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ശക്തമായിട്ട് ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തോ എൻ്റെ മനസ്സിൽ വലിയൊരു വിഷമമുണ്ട്. ഇപ്രാവശ്യത്തെ പാസ്റ്ററുടെ യാത്രയിൽ
കാരണം തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അത്രയും വലുതാണ്. നമുക്ക് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുന്നു. കർത്താവെ, അങ്ങയുടെ ദാസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ കർത്താവ് ശക്തമായി ഉപയോഗിച്ചുവല്ലോ. കർത്താവെ, ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കർത്താവ് അയച്ചുവല്ലോ. കർത്താവെ, അനേകർക്ക് വിടുതലാക്കി തീർത്തുവല്ലോ. കർത്താവെ, അങ്ങനെയെങ്കിൽ കർത്താവെ, ഈ ചൊവ്വാഴ്ചത്തെ യാത്രയിൽ കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവെ, യാത്രയെ കർത്താവ് സൂക്ഷിക്കണോപ്പാ. ഒത്തിരി അനർത്ഥങ്ങളും ആപത്തുകളും ഒക്കെ നിറഞ്ഞ ലോകത്ത് കർത്താവെ, യാത്രയെ കർത്താവ് സൂക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സുരക്ഷിതമായി കർത്താവ് അവിടെ എത്തിച്ചേരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. ഈ 3 ആഴ്ചയും കർത്താവെ ആരോഗ്യത്തെ കർത്താവ് പരിപാലിക്കണം. കർത്താവെ, ഒരു ദിവസം പോലും കർത്താവെ, ഹല്ലേലൂയ, താൻ കർത്താവെ ശുശ്രൂഷ മുടങ്ങിപ്പോവാൻ കർത്താവ് അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകരെ കർത്താവിലേക്ക് നടത്തുവാൻ, കർത്താവെ, ക്രൂശിന്റെ മാഹാത്മ്യത്തെ കർത്താവ് അനേകർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ, കർത്താവെ, കാൽവരി ബലിപീഠത്തിലേക്ക് അനേകരെ അടുപ്പിക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, ആത്മീയ മക്കളായ ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ, ഹല്ലേലൂയ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവെ ഞങ്ങളുടെ ദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഞങ്ങൾ പറഞ്ഞയക്കുകയാണ്. കർത്താവെ, വലിയ വിടുതലാക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. അവിടുത്തെ കർത്താവെ, കാലാവസ്ഥ, ആഹാരം, താമസം എല്ലാം അനുഗ്രഹമാക്കി തീർക്കണം. കർത്താവെ, പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കണ്ണുകളടയ്ക്കാം നമുക്ക്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നമ്മൾ കേട്ടു. വലിയൊരു വിടുതൽ നമുക്ക് ലഭിച്ചു. ഇന്ന് കർത്താവ് ഒരുവനെ അന്വേഷിക്കുന്നു. അത് ഞാനാണെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിച്ചു ഇരിക്കുന്നു. നമുക്ക് കണ്ണടയ്ക്കുക. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുവിന്റെ കൃപയും ആശ്വസിച്ച് പണിയെടുത്ത പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സഹവാസവും പ്രാർത്ഥിച്ച വിഷയത്തോടും കേട്ട വലിയ ആത്മീയ ദൂതകളോടും കർത്താവിന്റെ ദാസന്റെ യാത്രയോടും ശുശ്രൂഷയോടും കർത്താവിന്റെ ഹല്ലേലൂയ ഈ സഭയോടും കർത്താവിന്റെ മധ്യാകാശ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.